الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ മദാരിജുസ് സാലിക്കീൻ എന്ന ഗ്രന്ഥത്തിലെ അഅ്മാലുൽ ഖുലൂബ്, ഖൽബിന്റെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ചിട്ടുള്ള കിതാബാണ് ലിക്സീർ എന്നുള്ളത്. ആ കിതാബാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ എത്തിച്ചേരുന്ന വ്യത്യസ്ത മഖാമുകൾ, മൻസിലത്തുകൾ, സ്ഥാനങ്ങൾ, അതിനെപ്പറ്റിയാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അഥവാ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നാം ഇപ്പോൾ വായിക്കുന്ന മൻസിലത്തു തൗബ, ഒരടിമയുടെ യാത്രയിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട മൻസിലത്താണ് മൻസിലത്തു തൗബ, അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ. കാരണം അവൻ്റെ ഗഫ്ലത്തിൽ നിന്ന് ഉണർന്ന് അവന് ഫിക്രത്തും ബസീറത്തും ഇസ്മത്തും എല്ലാം ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ ആദ്യം ചെയ്യുന്ന കാര്യം പശ്ചാത്തപിച്ച് മടങ്ങുക എന്നുള്ളതാണ്. ആ തൗബയിലൂടെ അവൻ മനസ്സിലാക്കിയെടുക്കുന്ന കാര്യങ്ങളെപ്പറ്റി പറയുന്നിടത്ത് ഒരു മുഅ്മിൻ അവന് പാപം സംഭവിച്ചാൽ അവൻ മനസ്സിലാകുന്ന, അവന് ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ അവസാനത്തിൽ നാം പറഞ്ഞു, അസ്സിറുൽ അഅ്ളം, തൗബ ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ ഒരു മുഅ്മിൻ പാപം ചെയ്യുന്ന സന്ദർഭത്തിൽ എന്നിട്ട് തൗബ ചെയ്യുമ്പോൾ, ആ പാപത്തിൽ നിന്ന് തൗബ ചെയ്യുമ്പോൾ അവൻ മനസ്സിലാക്കുന്ന ഏറ്റവും വലിയ രഹസ്യം എന്നുള്ളതിൽ നമ്മൾ പറഞ്ഞു, അല്ലാഹു അഫ്റഹ് ബിതൗബതി അബ്ദിഹി, അള്ളാഹു ഒരടിമയുടെ തൗബയിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നവനാണ്. ആ സന്തോഷം അള്ളാഹുവിനുണ്ടാകുന്നു എന്നുള്ളത് തൗബയുടെ രഹസ്യമാണ് എന്നുള്ളതെല്ലാം പറഞ്ഞു. അതിനുശേഷം നാം പറഞ്ഞത്, ഈ തൗബയിൽ അള്ളാഹു തആല സന്തോഷിക്കുക എന്നുള്ളതിനെ മനസ്സിലാക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ മനസ്സിലാക്കി തരുവാൻ വേണ്ടി ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്ന ചില കാര്യങ്ങളാണ്. അതിലൊരു പാരഗ്രാഫ് നമ്മൾ വായിച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയാണ് ഇനി വരുന്ന ഭാഗം. അതുകൊണ്ട് അതൊന്നുകൂടി വായിക്കുകയാണ്. ഫൽമുഅ്മിനൂന മിൻ നൗഇൽ ഇൻസാനി ഖൈറുൽ ബരിയത്തി അലൽ ഇത്ലാഖ്, മുഅ്മിനീങ്ങൾ എന്നുള്ളത് ഏറ്റവും ഉത്തമരായിട്ടുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉത്തമരായിട്ടുള്ള സൃഷ്ടികളാണ്. വഖീറത്തുല്ലാഹി മിനൽ ആലമീൻ, അള്ളാഹു ഈ ലോകരിൽ തെരഞ്ഞെടുത്തവരാണ് മുഅ്മിനീങ്ങൾ. ഫഇന്നഹു ഖലഖഹു ലിയുതിമ്മ നിഅമതഹു അലൈഹി, അള്ളാഹു അവരെ സൃഷ്ടിച്ചിട്ടുള്ളത് അവൻ്റെ അനുഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് അവരുടെ മേലുള്ളത്. വലിയതവാതിറ ഇഹ്സാനഹു ഇലൈഹി, അതുപോലെ തന്നെ അവരിലേക്കുള്ള നന്മകൾ, അതിൽ തുടരെ തുടരെ നന്മകൾ ചൊരിയാൻ വേണ്ടി. വലിയഖുസ്സഹു മിൻ കറാമതിഹി വഫദ്ലിഹി ബിമാ ലം തനൽഹു അംനിയതുഹു, അവർ ചിന്തിക്കാത്ത അത്ര അനുഗ്രഹങ്ങൾ, അതുപോലെ തന്നെ ആദരവുകൾ എല്ലാം അള്ളാഹു അവർക്ക് നൽകുന്നു. വലം യഖ്തുർ അലാ ബാലിഹി വലം യശ്ഉർ ബിഹി, അവർ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത, അഥവാ അള്ളാഹു തആല മുഅ്മിനീങ്ങളെ തെരഞ്ഞെടുക്കുകയും അവർക്ക് അവർ ചിന്തിക്കാത്ത രീതിയിൽ, അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അനുഗ്രഹങ്ങളും ചൊരിയുന്നു. ലിയസ്അലഹു മിനൽ മവാഹിബ് വൽ അതായൽ ബാത്തിന വൽ ളാഹിറ അൽ ആജില വൽ ആജില, അതുപോലെ തന്നെ അവർ അള്ളാഹുവിനോട് ചോദിക്കട്ടെ, ഇരുലോകത്തെയും ഏറ്റവും അനുഗ്രഹങ്ങളെ അള്ളാഹുവിനോട് ചോദിക്കട്ടെ. അല്ലത്തി ലാ തുനാലു ഇല്ലാ ബിമഹബ്ബതിഹി, ആ അനുഗ്രഹങ്ങൾ അവൻ അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ടല്ലാതെ നേടാൻ സാധിക്കുകയില്ല, അള്ളാഹുവിന്റെ ഇഷ്ടം കൊണ്ടല്ലാതെ നേടാൻ സാധിക്കുകയില്ല. വലാ തുനാലു മഹബ്ബതുഹു ഇല്ലാ ബിതാഅതിഹി, അള്ളാഹുവിന്റെ ഇഷ്ടം അവനെ അനുസരിക്കുന്നത് കൊണ്ടല്ലാതെ നേടാനും സാധിക്കില്ല. വഈസാരിഹി അലാ മാ സിവാഹ്, മറ്റെന്തിനേക്കാളും അള്ളാഹുവിന് പ്രാധാന്യം കൊടുക്കാതെ. അതായത് അള്ളാഹു ചൊരിയുന്ന അനുഗ്രഹങ്ങൾ ഒരാൾക്ക് ലഭിക്കണമെങ്കിൽ അവൻ അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയെടുത്ത ആളായിരിക്കണം. അള്ളാഹുവിന്റെ ഇഷ്ടം അവൻ നേടിയെടുക്കണമെങ്കിൽ അവൻ അള്ളാഹുവിനെ അനുസരിക്കുന്നവനും മറ്റെന്തിനേക്കാളും അള്ളാഹുവിന് പ്രാധാന്യം കൊടുക്കുന്നവനും ആയിരിക്കണം. അവൻ എന്തെങ്കിലും ഒരു കാര്യം വന്നു, അതിൽ അവന്റെ ഭാര്യയോ മക്കളോ അല്ലെങ്കിൽ അവന്റെ സ്വന്തം ഇച്ഛയോ ഒരു കാര്യത്തിനോട് താല്പര്യം കാണിച്ചു, പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടം മറ്റൊന്നാണ്. അപ്പോൾ അവന്റെ ഇഷ്ടത്തെക്കാളും, അവൻ ഇഷ്ടപ്പെടുന്നവരുടെ ഇഷ്ടത്തെക്കാളും, എല്ലാത്തിനേക്കാളും അള്ളാഹുവിന് പ്രാധാന്യം കൊടുക്കുന്നവനാവണം. എന്നാലേ അള്ളാഹുവിന്റെ ഇഷ്ടം അവന് നേടാൻ സാധിക്കുകയുള്ളൂ. ഫത്തഖദഹു മഹ്ബൂബൻ ലഹു,
അങ്ങനെയാകുമ്പോൾ അള്ളാഹുവിന് പ്രിയപ്പെട്ടവനായിട്ട് അവൻ തീരുന്നു, അള്ളാഹു അവനെ തെരഞ്ഞെടുക്കുന്നു. വഅദ്ദ ലഹു അഫ്ളല മാ യുഇദ്ദുഹു മുഹിബ്ബുൻ ഗനിയ്യുൻ ഖാദിറുൻ ജവാദുൻ ലിമഹ്ബൂബിഹി ഇദാ ഖദിമ അലൈഹി. അങ്ങനെ അള്ളാഹു ഇഷ്ടപ്പെട്ടവനായിട്ട് ഒരാൾ മാറിക്കഴിഞ്ഞാൽ ഏതൊരു സമ്പന്നനും ഔദാര്യം ചെയ്യുന്നവനുമായിട്ടുള്ള ഒരാൾ അവൻ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് നൽകുന്നതിനേക്കാൾ, അതായത് മനുഷ്യരിൽ ഒരു സമ്പന്നനുണ്ട്, അവന് ഒരുപാട് ഔദാര്യങ്ങൾ ചെയ്യുന്നവനാണ്, അവന് ഏറ്റവും പ്രിയപ്പെട്ടവനേക്കാൾ അല്ലാഹു തആല ഇഷ്ടപ്പെട്ട അടിമക്ക് അനുഗ്രഹങ്ങൾ ചൊരിയും. വാഹിദ ഇലൈഹി അഹ്ദൻ തഖദ്ദമ ഇലൈഹി ഫീഹി ബിഅവാമിരിഹി വനവാഹിഹി വഅലമഹു ഫി അഹ്ദിഹി മാ യുഖർരിബുഹു ഇലൈഹി. അള്ളാഹു അവനെ അറിയിക്കുന്നു അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, വിരോധനങ്ങൾ, അതുപോലെ തന്നെ അള്ളാഹുലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങൾ. വയസീദുഹു മഹബ്ബത്തൻ ലഹു വകറാമത്തൻ അലൈഹി വമാ യുബ്ഇദുഹു മിൻഹു വയസ്ഖതുഹു അലൈഹി വയുസ്ഖിതുഹു മിൻ ഐനിഹി. അങ്ങനെ അള്ളാഹുവിൻ്റെ ഇഷ്ടം അവനുണ്ടാകുന്നു, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അവൻ്റെ മേലെ ഉണ്ടാകുന്നു, അള്ളാഹു വെറുക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അവനെ അകറ്റുന്നു. അങ്ങനെ അള്ളാഹുവിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് തെറ്റിക്കുന്ന കാര്യങ്ങളിൽ നിന്നും അവനെ മാറ്റി നിർത്തുന്നു. അഥവാ പൂർണ്ണമായും അള്ളാഹുവിൻ്റെ സംരക്ഷണം അള്ളാഹു ഇഷ്ടപ്പെടുന്ന അവൻ്റെ വലിയകൾക്ക് അള്ളാഹു നൽകുന്നു. ഇത്രയുമാണ് കഴിഞ്ഞ ദർസിൽ നാം പറഞ്ഞത്. ഒരു മുഅ്മിനിന്റെ അവസ്ഥ പറയാണ്. ഒരു മുഅ്മിൻ ഈ ഒരു അവസ്ഥയിലായിരിക്കും. ഏറ്റവും നല്ല സൃഷ്ടിയാണ്, അള്ളാഹു അനുഗ്രഹങ്ങൾ ചൊരിയുന്നവനാണ്, അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയെടുത്തവനാണ്, അള്ളാഹുവിനെ അനുസരിക്കുന്നവനാണ്, അള്ളാഹു ഏറ്റവും നല്ല ആദരവ് നൽകുന്നവനാണ്. എന്നിട്ട് പറയുകയാണ്, വലിൽ മഹ്ബൂബി അദുവ്വുൻ ഹുവ അബ്ഗദു ഖൽഖിഹി ഇലൈഹി. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു അടിമക്ക് ഒരു ശത്രുവുണ്ട്. അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള, അള്ളാഹു ഏറ്റവും കോപിക്കുന്ന ഒരു ശത്രു. ഖദ് ജാഹറഹു ബിൽ അദാവ. അവൻ അവന്റെ ശത്രുത വെളിവാക്കിയിട്ടുണ്ട്. അഥവാ പിശാചിനെ സംബന്ധിച്ചിട്ടാണ്, ഇബ്ലീസിനെ സംബന്ധിച്ചിട്ടാണ് പറയുന്നത്. അവൻ അവന്റെ ശത്രുത, മനുഷ്യർക്ക് നേരെയുള്ള, മുഅ്മിനീങ്ങൾക്ക് നേരെയുള്ള ശത്രുത വെളിവാക്കിയിട്ടുണ്ട്. വഅമറ ഇബാദഹു അൻ യകൂന ദീനുഹും വതഅതുഹും വഇബാദതുഹും ലഹു. ആ പിശാച് അള്ളാഹുവിന്റെ അടിമകളോട് കൽപ്പിക്കുന്നുണ്ട് അവരുടെ ഇബാദത്തും അനുസരണവും പിശാചിനുള്ളതാക്കണമെന്ന്. ശ്രദ്ധിച്ചിരിക്കണം, മനസ്സിലാക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും, അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. പിശാച് അടിമകളോട് കൽപ്പിക്കുന്നത് അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് പകരം പിശാചിനെ ആരാധിക്കണം, അനുസരിക്കണം എന്നുള്ളതാണ്. ഇതൊക്കെ ഇതിലൊരു മുഅ്മിൻ എന്ന് പറഞ്ഞല്ലോ, അത് നമ്മളാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് കേട്ട് കഴിഞ്ഞാൽ എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാവുകയും നമുക്ക് ഒരുപാട് നമ്മുടെ ജീവിതവുമായി ബന്ധിപ്പിക്കാനും സാധിക്കും. ആദ്യം പറഞ്ഞ എന്താണ്? അല്ലാഹു തആല മനുഷ്യരിൽ മുഅ്മിനീങ്ങളെ തെരഞ്ഞെടുത്തു. ഞാനാണെന്ന് വിചാരിച്ച് കേട്ടാൽ മതി. ഓരോരുത്തരും ഇത് കേൾക്കുന്ന ഓരോരുത്തരും എന്നെ പറ്റിയാണ് പറയുന്നത് എന്ന് വെച്ച് കേട്ടാൽ മതി. അപ്പോൾ കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാകും. അങ്ങനെ അല്ലാഹു തആല മുഅ്മിനായ അടിമയെ സൃഷ്ടിച്ചത് അവന്റെ അനുഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ, അവനോട് അനുഗ്രഹങ്ങളെ തേടാൻ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഇഷ്ടം അവൻ നേടിയെടുക്കാൻ, അങ്ങനെ അള്ളാഹു ധാരാളം ആദരവ് ചൊരിയാനാണ് അവനെ സൃഷ്ടിച്ചത്. പക്ഷേ ആ സൃഷ്ടിക്ക് ഒരു ശത്രുവുണ്ട്. ആ ശത്രുവാണെങ്കിലോ അവൻ കൽപ്പിക്കുന്നത് അള്ളാഹുവിനെ ആരാധിക്കുന്നതിനും അനുസരിക്കുന്നതിനും പകരം അവനെ അനുസരിക്കാൻ വേണ്ടിയിട്ടാണ്. വഇബാദതുഹു ലഹു ദൂന വലിയിഹിം വമഅബൂദിഹിമുൽ ഹഖ്. യഥാർത്ഥ ആരാധ്യനായിട്ടുള്ള, രക്ഷാധികാരിയായിട്ടുള്ള അള്ളാഹുവിന് പുറമെ ആ പിശാചിനെ അനുസരിക്കണമെന്ന് ആ പിശാച് അവരോട് കൽപ്പിക്കുന്നു. വസ്തഖ്തഅ ഇബാദഹു. അങ്ങനെ അടിമകളെ അവൻ തെറ്റിക്കുന്നു. വത്തഖദ മിൻഹും ഹിസ്ബൻ വാഹറൂഹു വവാലൗഹു അലാ റബ്ബിഹിം. അങ്ങനെ ആ മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരു വിഭാഗത്തെ പിശാചിന്റെ ആളുകളായി കിട്ടുന്നു, പിശാചിന്റെ സഹായികളായി, പിശാചിന്റെ രക്ഷാധികാരികളായി സ്വീകരിക്കുന്ന, അവനെ അനുസരിക്കുന്ന ആളുകളായി തീരുന്നു. വകാനു അഅദാഅൻ ലഹു മഅ ഹാദൽ അദുവ്. ഈ ശത്രുവിനോടൊപ്പം ചേർന്ന്, അഥവാ ഇബ്ലീസിനോടൊപ്പം ചേർന്ന് അള്ളാഹുവിന്റെ ശത്രുവായി അവനും തീരുന്നു. അതായത് ഒരാൾ പാപത്തിലേക്ക് വീഴുന്നതിനെ പറ്റി പറയാം. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അടിമയാണ് മുഅ്മിനീങ്ങൾ. ഇത് എല്ലാം പറയുന്നത് അള്ളാഹു തൗബയിൽ സന്തോഷിക്കുന്നത് എങ്ങനെയെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്, എന്തുകൊണ്ടാണെന്ന് വിശദീകരിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവന്റെ ശത്രുവിനോടൊപ്പം ചേർന്ന് ഇബ്ലീസിന്റെ വാക്ക് കേട്ട് അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ ചെയ്തും അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടും അവൻ ആ ശത്രുവിന്റെ കൂടെ കൂടി അള്ളാഹുവിന്റെ ശത്രുത ഏറ്റുവാങ്ങുന്ന അവസ്ഥയുണ്ടാകുന്നു. ഫഇദാ തഅറദ അബ്ദുഹു വമഹ്ബൂബുഹു ലിഗദബിഹി. എന്നിട്ട് പറയാണ്, അള്ളാഹുവിന് പ്രിയപ്പെട്ട അള്ളാഹുവിന്റെ ഒരു അടിമ അവൻ അള്ളാഹുവിന്റെ കോപത്തിലേക്കുള്ള മാർഗത്തിലായി കഴിഞ്ഞാൽ, വർത്തകബ മസാഖിതഹു വമാ യക്റഹു. അങ്ങനെ അള്ളാഹു വെറുക്കുന്ന കാര്യങ്ങൾ അതവൻ ചെയ്യുകയും അള്ളാഹുവിന് കോപമുണ്ടാവുന്ന കാര്യങ്ങളിൽ മുഴുകുകയും ചെയ്താൽ, വഅബഖ മിൻഹു, അള്ളാഹുവിൽ നിന്ന് ഓടിപ്പോവുകയും ചെയ്താൽ, അഥവാ പാപങ്ങളിൽ മുഴുകിയാൽ,
വവാല അദുവഹു വവാഹറഹു അലൈഹി, അവൻ അള്ളാഹുവിന്റെ ശത്രുവായിട്ടുള്ള പിശാചിനോടൊപ്പം ചേരുകയും പിശാചിന്റെ ആളായി തീരുകയും ചെയ്താൽ വതഹയ്യസ ഇലൈഹി, പിശാചിന് തൃപ്തിയാകുന്ന പിശാചിന് യോജിച്ച കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിലായാൽ വഖതഅ ത്വരീഖ നിഅമിഹി വഇഹ്സാനിഹി ഇലൈഹി അല്ലതി ഹിയ അഹബ്ബു ശൈഇൻ ഇലൈഹി, അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് മാറി അവൻ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളും ഔദാര്യങ്ങളും ലഭിക്കുന്ന ആ പാതയിൽ നിന്ന് തെറ്റിപ്പോകുന്നു. വഫതഹ ത്വരീഖൽ ഉഖൂബതി വൽ ഇന്തിഖാമി വൽ ഗളബ്, എന്നിട്ട് അവൻ തുറക്കുന്ന മാർഗം എന്താണ്? അള്ളാഹുവിന്റെ കോപത്തിന്റെയും അള്ളാഹുവിന്റെ വെറുപ്പിന്റെയും ശിക്ഷയുടെയും കവാടമാണ്. അതായത് ഒരു മുഅ്മിനായിട്ടുള്ള ഒരു അടിമ അവൻ പിശാചിനോടൊപ്പം അല്ലെങ്കിൽ പിശാചിന്റെ അനുസരണത്തിൽ വീണു പോയി കഴിഞ്ഞാൽ, പിശാചിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ, അഥവാ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പാപങ്ങൾ ചെയ്യുന്ന അവസ്ഥയുണ്ടായി കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്ന കാര്യം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു മാർഗത്തിൽ നിന്ന്, അവന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ യോഗ്യനായ മാർഗത്തിൽ നിന്ന് മാറിപ്പോയി അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് കാരണമാകുന്ന പാതയിൽ അവൻ പ്രവേശിക്കുന്നു. فقد استدعى من الجواد الكريم خلاف ما هو موصوف به من الجود والإحسان والبر, അങ്ങനെ ഏറ്റവും ഔദാര്യം ചൊരിയുന്ന ഏറ്റവും ഔദാര്യം നൽകുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അവന്റെ വിശേഷണമാണ് ഈ അനുഗ്രഹം ചൊരിയുക, ജൂദ്, ഇഹ്സാൻ, ബിർ ഒക്കെ അള്ളാഹുവിന്റെ വിശേഷണങ്ങളാണ്. ആ വിശേഷണമുള്ളതിന് എതിരായിക്കൊണ്ടുള്ള കാര്യത്തെ അവൻ തേടിപ്പോകുന്ന അവസ്ഥയുണ്ടാകുന്നു. ആ അനുഗ്രഹവും പുണ്യവും എല്ലാം തെറ്റിച്ച് അവൻ പോകുന്നത് അള്ളാഹുവിന്റെ കോപം ലഭിക്കാൻ കാരണമാകുന്ന കാര്യങ്ങളിലേക്കാണ്. അവന്റെ തൃപ്തി ലഭിക്കേണ്ട സ്ഥാനത്ത് അള്ളാഹുവിന്റെ കോപം ലഭിക്കുന്ന അവസ്ഥയിലാകുന്നു. അതായത് ഒരു അടിമ പാപം ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അങ്ങേയറ്റം കാരുണ്യം ചൊരിയുന്ന, അങ്ങേയറ്റം ഇഹ്സാൻ ചെയ്യുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശേഷണമായിട്ടുള്ള ഈ കാര്യങ്ങളിൽ നിന്ന് മാറി അവന്റെ കോപം ലഭിക്കുന്ന കാര്യങ്ങളിലേക്കാണ് അവൻ വീണുപോകുന്നത്. അങ്ങനെ വീണുപോയി കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി ലഭിക്കേണ്ട സ്ഥാനത്തിന് പകരമായി അവന് കിട്ടുന്ന അവസ്ഥ അള്ളാഹുവിന്റെ കോപവും അള്ളാഹുവിന്റെ ശിക്ഷയും വെറുപ്പും എല്ലാമാണ്. വൻതിഖാമുഹു വഉഖൂബതുഹു ഫീ മൗദിഇ കർമിഹി വബിർരിഹി വഇഅതാഇഹി, അള്ളാഹുവിന്റെ ഔദാര്യങ്ങൾ ലഭിക്കേണ്ടതിന് പകരം അവന്റെ ശിക്ഷ ലഭിക്കുന്ന അവസ്ഥയിലെത്തുന്നു. ഫസ്തദ്ആ ബിമഅസിയതിഹി മിൻ അഫ്ആലിഹി മാ സിവാഹു അഹബ്ബു ഇലൈഹി മിൻഹു, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടമുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതിന് പകരം അവന് വെറുപ്പുള്ള പാപങ്ങളിൽ മുഴുകുന്നു. വഖിലാഫ മാ ഹുവ മിൻ ലവാസിമി ദാതിഹി മിനൽ ജൂദി വൽ ഇഹ്സാൻ, അത് അങ്ങനെ അവന്റെ ഈ ശിക്ഷയും വെറുപ്പും എല്ലാം നേടുമ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ അസ്തിത്വപരമായിട്ട് അള്ളാഹുവിനുള്ള പുണ്യം ചെയ്യുക, നന്മ ചെയ്യുക എന്നുള്ളതിന്റെ എതിരായിട്ടുള്ള ഒരു കാര്യമാണ് അവൻ തേടുന്നത്. അതായത് പാപം ചെയ്യുമ്പോൾ അങ്ങേയറ്റം ഔദാര്യം ചെയ്യുന്ന റബ്ബിന്റെ ദാത്തിയായ സിഫത്തിൽ നിന്ന് എതിരായിട്ടുള്ള കോപവും ശിക്ഷയും വെറുപ്പുമാണ് അവൻ ഏറ്റുവാങ്ങുന്നത്. അതായത് അള്ളാഹുവിന്റെ സിഫത്തുകൾ ദാത്തിയായതും ഉണ്ടാവും, അഫ്ആലി ആയതും ഉണ്ടാകും. ദാത്തിയായ സിഫത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് എപ്പോഴുള്ളതാണ്. അള്ളാഹുവിന്റെ സമഅ് കേൾവി, അള്ളാഹുവിന്റെ ബസർ കാഴ്ച, ഇത് അള്ളാഹുവിൽ നിന്ന് വിട്ടുപോകുന്ന ഒരവസ്ഥയില്ല. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റഹ്മത്ത് എന്നുള്ളത് അധിക പണ്ഡിതന്മാരും പറഞ്ഞു ദാത്തിയായ സിഫത്താണ്. അത് അഫ്ആലി ആയതാണെന്ന് പറയുന്നുണ്ട്, എന്നാൽ ദാത്തിയായ സിഫത്തുമാണ്. അഫ്ആലി ആയ സിഫത്ത് എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുക, റിസ്ക് നൽകുക, അള്ളാഹു കോപിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യണമെങ്കിൽ അള്ളാഹുവിന്റെ ഇറാദത്ത് വേണം. അഥവാ അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ മാത്രമേ അള്ളാഹു ആരെയെങ്കിലും സൃഷ്ടിക്കുകയുള്ളൂ, അള്ളാഹു ശിക്ഷിക്കുകയുള്ളൂ, അള്ളാഹു കോപിക്കുകയുള്ളൂ. എന്നാൽ റഹ്മത്ത് അള്ളാഹുവിന്റെ ദാത്തിയായതുമാണ്, അഫ്ആലി ആയതുമാണ്. അഥവാ എപ്പോഴും അള്ളാഹു കാരുണ്യമുള്ളവനാണ്, എപ്പോഴും കാരുണ്യമുള്ളവനാണ്. അതുപോലെ തന്നെ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ഉദ്ദേശിക്കുന്ന പോലെ കാരുണ്യം ചൊരിയുന്നവരുമാണ്. അപ്പൊ അള്ളാഹുവിന്റെ ദാത്തിയായിട്ടുള്ള ഔദാര്യം ചൊരിയുക, അതുപോലെ തന്നെ ഇഹ്സാൻ ചെയ്യുക, ജൂദ് എന്നീ വിശേഷണങ്ങൾക്കെതിരായി അവന്റെ അഫ്ആലിയായിട്ടുള്ള അള്ളാഹു കോപിക്കുക, വെറുക്കുക എന്നുള്ള ഈ കാര്യങ്ങൾ അവന്റെ പാപത്തിലൂടെ അവൻ നേടിയെടുക്കുന്നു. فبينما هو حبيبه المقرب المخصوص بالكرامة إذا انقلب آبقا شاردا എന്നിട്ട് പറയുകയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് പ്രിയപ്പെട്ട ഈ അടിമ, അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്തിട്ടുണ്ടായിരുന്ന ഈ അടിമ, അള്ളാഹുവിന്റെ പ്രത്യേകമായ ഔദാര്യങ്ങൾ നേടിയിരുന്ന ഈ അടിമ, ഇദൻഖലബ ആബിഖൻ ഷാരിദൻ, അവൻ അള്ളാഹുവിൽ നിന്ന് ഓടി അകന്നു കഴിഞ്ഞാൽ,
റാദൻ ലി കറാമത്തിഹി, അള്ളാഹുവിന്റെ ഈ ഔദാര്യങ്ങളിൽ നിന്ന്, ആദരവുകളിൽ നിന്ന്, അതിൽ നിന്ന് എതിർത്ത് പോകുന്ന അവസ്ഥയിലായി കഴിഞ്ഞാൽ, മാഇലൻ അൻഹു ഇലാ അദുവിഹി, അള്ളാഹുവിന്റെ ശത്രുവിലേക്ക് വീണ് ചെരിഞ്ഞു പോയി കഴിഞ്ഞാൽ, അതായത് ഒരു മുഅ്മിന്റെ അവസ്ഥ പറയാണ്. അള്ളാഹു ഇത്രയും ഇഷ്ടപ്പെടുന്ന ഒരു അടിമ ഇങ്ങനെ മഅസിയത്തുകളിലും പിശാചിന്റെ അനുസരണമൊക്കെ ചെയ്തിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് അകന്നുപോയി, വല്ലാതെ അകന്നുപോയി കഴിഞ്ഞാൽ, മഅശിദ്ദതി ഹാജതിഹി ഇലൈഹി, ആ അകന്നു പോകുമ്പോഴും യഥാർത്ഥത്തിൽ ആ അടിമ എന്താണ്? അള്ളാഹുവിലേക്ക് എല്ലാ നിലക്കും ആവശ്യക്കാരനാണ്. അള്ളാഹു ഇല്ലാതെ അവനൊരു നിമിഷം ജീവിക്കാൻ പറ്റൂല, എല്ലാ നിലക്കും ആവശ്യക്കാരനാണ്. വഅദം ഇസ്തിഗ്നാഇഹി അൻഹു തർഫത ഐൻ, ഒരു കണ്ണിമ വെട്ടുന്ന നേരം പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇല്ലാതെ അള്ളാഹുവിൽ നിന്ന് ധന്യനാകാൻ അവന് സാധിക്കൂല. അങ്ങനെ അവൻ അള്ളാഹുലേക്ക് ആവശ്യക്കാരനാണ്. എന്നിട്ടും അവൻ അള്ളാഹുവിൽ നിന്ന് പാപങ്ങൾ ചെയ്തുകൊണ്ട് അകന്നു പോകുന്ന അവസ്ഥയിലാണ്, ആ ഒരു അവസ്ഥയിലായിക്കൊണ്ടിരിക്കുകയാണ്. فبينما ذلك الحبيب على العدو في طاعته وخدمته ناسيا لسيده, അങ്ങനെ അടിമ അവന്റെ യജമാനനായ അള്ളാഹുവിനെ മറന്ന് അള്ളാഹുവിന്റെ ശത്രു അല്ലെങ്കിൽ അവന്റെയും ശത്രുവായിട്ടുള്ള പിശാചിനോടൊപ്പം കൂടി പിശാചിനെ അനുസരിക്കുന്ന അവനിഷ്ടമുള്ള കാര്യങ്ങൾ മുഴുകുന്ന സമയത്ത്, മുൻഹമിക്കൻ ഫീ മുവാഫഖതി അദുവിഹി, ആ ശത്രുവിനോട് എല്ലാ കാര്യത്തിലും യോജിച്ച് അവനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അവസ്ഥയിലാകുന്ന സമയത്ത്, ഖദ് ഇസ്തദ്ആ മിൻ സയ്യിദിഹി ഖിലാഫ മാ ഹുവ അഹ്ലുഹു ഇദാ അറളത് ലഹു ഫിക്റത്തുൻ ഫതദക്കറ ബിർറ സയ്യിദിഹി വഅത്ഫഹു, അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് അവൻ എന്താകുന്നത്? അവന് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, അവൻ ഇതിന്റെ എല്ലാം അല്ലെങ്കിൽ ഈ കാരുണ്യവും എല്ലാം ഉള്ള അള്ളാഹുവിനെതിരായിട്ടാണല്ലോ ഞാൻ നിൽക്കുന്നത്. എൻ്റെ സയ്യിദായിട്ടുള്ള, എൻ്റെ റബ്ബായിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നോട് കാണിച്ച ഔദാര്യവും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആ ചിന്ത അവനിലേക്ക് വരുന്നു. അതായത് ഇവിടെ പറയുന്ന വിഷയം ശരിക്കും മനസ്സിലാക്കണം. അതായത് അള്ളാഹു തആല ഒരു അടിമയുടെ തൗബയിൽ സന്തോഷിക്കുന്നു എന്നാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ആ ഹദീസിൽ പറഞ്ഞിട്ടുള്ള അള്ളാഹുവിന്റെ സന്തോഷം എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് എന്നുള്ളത് വിശദീകരിക്കുകയാണ്. അപ്പൊ ഇങ്ങനൊരു അടിമ, അള്ളാഹു തആല അത്രയും ഇഷ്ടപ്പെടുന്ന, അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കുന്ന അള്ളാഹു തെരഞ്ഞെടുത്തൊരു അടിമ അള്ളാഹുവിന്റെ ശത്രുവായ പിശാചിന്റെ വാക്ക് കേട്ട് അനുസരിച്ച് ദൂരെ പോയിരിക്കുകയാണ്. അള്ളാഹുവിലേക്ക് എല്ലാ നിലക്കും ആവശ്യക്കാരനാണ്, എന്നാൽ അവൻ പാപങ്ങൾ ചെയ്ത് അകന്നു പോയിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കുന്ന പോലെ നമ്മൾ ചില സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഏറ്റവും അടുത്ത അവസ്ഥയുണ്ടാകും, അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്താണ് നമുക്ക് തോന്നുന്ന അവസ്ഥയുണ്ടാകും. എന്നാൽ ചില സമയങ്ങളിൽ പാപങ്ങളിൽ മുഴുകി അള്ളാഹുവിന് അകന്നു പോകുന്ന അവസ്ഥയുണ്ടാകും. അപ്പൊ അങ്ങനെ അകന്നു പോകുന്ന അവസ്ഥയിൽ അവൻ അകന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവൻ ഓർമ്മ വരുന്നു അവന്റെ റബ്ബിനെ കുറിച്ച്, ആ റബ്ബ് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച്, ഔദാര്യങ്ങളെക്കുറിച്ച്, വജൂദഹു വകറമഹു, എല്ലാവിധ അള്ളാഹു ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെക്കുറിച്ച്. എന്തെല്ലാം കാര്യങ്ങൾ അവൻ അള്ളാഹു നൽകി, അവന്റെ ആരോഗ്യം, അവന്റെ സമ്പത്ത്, അവന്റെ അറിവ്, എല്ലാ കാര്യങ്ങളും അവൻ ആലോചിക്കും. വഅലിമ അന്നഹു ലാ ബുദ്ദ ലഹു മിൻഹു, അങ്ങനെ അവന് ബോധം വരും, അവന് ഉറപ്പാകും അള്ളാഹുവിൽ നിന്നല്ലാതെ ഇതൊന്നും എനിക്ക് ലഭിക്കില്ല, അള്ളാഹുവിൽ നിന്ന് മാത്രമാണ് എനിക്കിതൊക്കെ ലഭിച്ചിട്ടുള്ളത്. വഅന്ന മസീറഹു ഇലൈഹി, ഞാൻ തീർച്ചയായിട്ടും മടങ്ങിപ്പോകേണ്ടത് അള്ളാഹുവിലേക്കാണ്. വഅർദഹു ഇലൈഹി അലൈഹി, അള്ളാഹുവിന്റെ മേലെ എൻ്റെ എല്ലാ കാര്യങ്ങളും പ്രദർശിപ്പിക്കപ്പെടുന്ന അള്ളാഹുവിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കേണ്ട ഒരു ദിവസമുണ്ട്. വഅന്നഹു ഇല്ലം യഖ്ദം അലൈഹി ബിനഫ്സിഹി ഖുദിമ ബിഹി അലൈഹി അലാ അസ്വഇൽ അഹ്വാൽ, ഇപ്പോൾ ഞാൻ അള്ളാഹുവിലേക്ക് ഏറ്റവും നല്ല രീതിയിൽ മടങ്ങിയിട്ടില്ല എങ്കിൽ ഏറ്റവും മോശപ്പെട്ട രീതിയിൽ അള്ളാഹുവിന്റെ മുമ്പിൽ എന്നെ ചെന്ന് നിർത്തപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട് എന്നുള്ള ബോധം അവനുണ്ടാകും. അതായത് പാപത്തിൽ ചെന്നിട്ട് ആ ഒരു നിമിഷത്തിൽ പാപത്തിൽ മുഴുകിപ്പോയി പിശാചിനെ അനുസരിച്ച് പോയിട്ടുള്ള ഒരുവന് ഒരു നിമിഷത്തിൽ അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മ വരികയാണ്. എന്നെ സൃഷ്ടിച്ചവൻ ആരാണ്, എനിക്ക് ഉപജീവനം നൽകിയതവൻ ആരാണ്, എനിക്ക് ശ്വസിക്കാൻ വായു നൽകുന്നവൻ ആരാണ്, എന്നെ ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നവനും ആരാണ്, എല്ലാവർക്കും ഒരുപാട് ആളുകൾക്ക് മാരകമായ രോഗങ്ങളുണ്ട്, അതൊന്നും നൽകാതെ എന്നെ സംരക്ഷിച്ചവൻ ആരാണ്, എനിക്ക് കൃത്യമായി ഭക്ഷണം നൽകിയവൻ. അങ്ങനെ അനുഗ്രഹങ്ങൾ, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെല്ലാം ആലോചിച്ച് അവന് ആ ചെയ്ത തെറ്റിൽ നിന്ന് മടുപ്പ് തോന്നുകയാണ്. അതുപോലെ തന്നെ അവൻ ചിന്തിക്കുകയാണ്, ഞാൻ എന്തായാലും മരണപ്പെട്ടു പോകും, നാളെ അള്ളാഹുവിന് മുമ്പിൽ ഞാൻ ചെന്ന് നിൽക്കേണ്ടി വരും, ഇന്ന് ഞാൻ അള്ളാഹുവിനെ അനുസരിച്ചിട്ടില്ല എങ്കിൽ നാളെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലായിരിക്കും ഞാൻ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരിക. അങ്ങനെ അവന് ആ ബോധമുണ്ടാകും. എന്നിട്ട് പറയുകയാണ്, ഫഫറ ഇലാ സയ്യിദിഹി മിൻ ബലദി അദുവിഹി, അങ്ങനെ അവന്റെ ശത്രുവിന്റെ നാട്ടിൽ നിന്ന്
അവൻ അവന്റെ സയ്യിദിന്റെ അടുക്കലേക്ക്, അവന്റെ യജമാനന്റെ അടുക്കലേക്ക് ഓടിപ്പോവുകയാണ്. വജദ്ദ ഫിൽ ഹറബി ഇലൈഹി ഹത്താ വസല ഇലാ ബാബിഹി. അങ്ങനെ യജമാനന്റെ അടുക്കലേക്ക്, ഒരു ഉമ്മയായിട്ട് പറയാം, യജമാനന്റെ അടുക്കലേക്ക് ഓടിപ്പോയി യജമാനന്റെ കവാടത്തിന് മുമ്പിൽ ചെന്ന് വീഴുകയാണ്. ഫവദഅ ഖദ്ദഹു അലാ അത്ബതി ബാബിഹി. അങ്ങനെ അവന്റെ വീടിന്റെ യജമാനന്റെ കവാടത്തിന്റെ മുമ്പിലായിക്കൊണ്ട് അവന്റെ കവിൾ വെച്ചുകൊണ്ട് വീണ് കിടക്കുകയാണ്. വതവസ്സദ സറാ അതാബഹ്. അവന്റെ ആ മണ്ണിൽ തല വെച്ചുകൊണ്ട് അവൻ സ്വയം ഒഴിവ് കഴിവ് ചോദിച്ചുകൊണ്ട് അവന്റെ പുറത്ത് നൽകണം എന്നുള്ള, പരിഹാരം നൽകണം എന്നുള്ള അവസ്ഥയിൽ ചോദിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. മുതദല്ലിലൻ മുതദറഅൻ, ഏറ്റവും താഴ്മയോടുകൂടി, ഏറ്റവും വിനയത്തോടുകൂടി, ഖാശിഅൻ ബാകിയൻ ആസിഫൻ, ഏറ്റവും ക്ഷമാപണം നടത്തി ഭയപ്പാടോടുകൂടി കരഞ്ഞുകൊണ്ട് അവൻ വീണ് കിടക്കുകയാണ്. യതമല്ലഖു സയ്യിദഹു വയസ്തർഹമഹു, അവന്റെ യജമാനന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ആ കാരുണ്യം തേടിക്കൊണ്ട്, വയസ്തഅതഫഹു വയഅതദിറു ഇലൈഹി, ആ ഒഴിവ് കഴിവ് ബോധിപ്പിച്ചുകൊണ്ട് ആ ഔദാര്യങ്ങൾ നൽകണമെന്നുള്ള രീതിയിൽ യജമാനന്റെ മുമ്പിൽ ചെന്ന് വീണ് കിടക്കുകയാണ്. ഖദ് അൽഖാ ബിയദിഹി ഇലൈഹി, ആ യജമാനിലേക്ക് കൈ നീട്ടിയിട്ട്, വസ്തസ്ലമ ലഹു വഅതാഹു ഖിയാദഹു, എല്ലാവിധ നിയന്ത്രണവും, ഞാനിതാ ഇനി ഒന്നുമില്ല, ഞാൻ പറയുന്നത് പോലെ ചെയ്തോളാം എന്ന നിലക്ക് അവന്റെ നിയന്ത്രണം മൊത്തം അവിടെ ഒതുക്കി വെച്ചു കൊടുക്കുകയാണ്. വൽഖാ ഇലൈഹി സിമാമഹു, അവന്റെ കടിഞ്ഞാൺ യജമാന്റെ കയ്യിൽ വെച്ചു കൊടുക്കുകയാണ്. അഥവാ ഇത് ഓരോ പ്രയോഗങ്ങളാണ്. അതായത് എല്ലാ രീതിയിലും ഞാൻ ഇനി യജമാനൻ പറയുന്നത് പോലെ ചെയ്തു കൊള്ളാം എന്ന നിലക്ക് യജമാന്റെ മുമ്പിൽ വീണ് കിടക്കുകയാണ്. ഫഅലിമ സയ്യിദുഹു മാ ഫീ ഖൽബിഹി, ഇവിടെ പറയാണ്. അപ്പൊ ഇതൊരു യജമാനനും അടിമ എന്നുള്ള നിലക്ക് പറയാണ്. അഥവാ ആ യജമാനന്റെ അടുക്കലിൽ നിന്ന് അടിമ യജമാനന്റെ ശത്രുവിന്റെ അടുത്തേക്ക് പോയി. അങ്ങനെ ആ ശത്രു പറയുന്നത് കേട്ട് ജീവിച്ചതാക്കി. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, എന്റെ യജമാനനാണല്ലോ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നത്, ആ യജമാനന്റെ അടുത്തേക്ക് ഞാൻ പോകണമല്ലോ എന്നുള്ള ബോധമൊക്കെ വന്നപ്പോ തിരിച്ചു ഓടി വരികയാണ്, യജമാനന്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് യജമാനന്റെ വീടിന്റെ മുമ്പിൽ വന്ന് കവാടത്തിന് മുമ്പിൽ വീണ് കടന്ന് കവള് നിലത്ത് വെച്ച് ഇനി എല്ലാം നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ ചെയ്തുകൊള്ളാം എന്ന നിലയ്ക്ക് യജമാനന്റെ മുമ്പിൽ വീണ് കിടക്കുകയാണ്. അപ്പോഴാണ് യജമാനൻ അവനെ കാണുന്നത്. ഫഅലിമ സയ്യിദുഹു മാ ഫീ ഖൽബിഹി, അങ്ങനെ യജമാനന് മനസ്സിലായി അവന്റെ കൽബിൽ എന്താണുള്ളത് എന്ന്. അഥവാ അവന് തെറ്റുപറ്റിപ്പോയി എന്നുള്ള ബോധം അവനുണ്ട്. അങ്ങനെ തിരിച്ചു വന്നതാണ്. ഫആദ മകാനൽ ഗളബ് അലൈഹി റിളൻ അൻഹു, അങ്ങനെ നിൽക്കുന്ന ആ അടിമയെ നോക്കിക്കൊണ്ട് ആ യജമാനന്റെ മനസ്സിൽ ആ അടിമയോടുണ്ടായിരുന്ന വെറുപ്പ് മാറി അവനോടുള്ള തൃപ്തിയാകുന്നു. ഫആദ മകാനുൽ ഗളബി അലൈഹി റിളൻ അൻഹു വമകാനു ശിദ്ദതി അലൈഹി റഹ്മതൻ ബിഹി, അവനോടുണ്ടായിരുന്ന ദേഷ്യത്തിന്റെ സ്ഥാനത്ത് അവനോടുള്ള കാരുണ്യമാകുന്നു. വബ്ദലഹു ബിൽ ഉഖൂബത്തി അഫ്വൻ, അവന് ശിക്ഷ നൽകേണ്ടതിന് പകരം അവന് വിട്ടുവീഴ്ച നൽകുന്നു. വബിൽ മൻഇ അതാഉൻ, അവന് എല്ലാ കാര്യങ്ങളും തടയേണ്ടതിന് പകരം അവന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. വബിൽ മുആഖദതി ഹിൽമൻ, അവനെ പിടികൂടി ശിക്ഷിക്കേണ്ടതിന് പകരം അവനോട് ഉദാരത കാണിക്കുന്നു, അവധാനത കാണിക്കുന്നു. ഫസ്തദ്ആ ബിത്തൗബതി വറുജൂഇ മിൻ സയ്യിദിഹി മാ ഹുവ അഹ്ലുഹു, അവന്റെ യജമാനന്റെ അടുക്കലേക്ക് തൗബ കൊണ്ടും മടങ്ങിക്കൊണ്ടും യജമാനിലേക്ക് മടങ്ങുന്നു. യജമാൻ അത് സ്വീകരിക്കാനുള്ള യോഗ്യനായിട്ടുള്ളവനാണ്. വമാ ഹുവ മൂജിബു അസ്മാഇഹിൽ ഹുസ്നാ വസിഫാതിഹിൽ ഉല്യ, ഏറ്റവും ഉത്തമമായ നാമങ്ങളും ഏറ്റവും ഉന്നതമായ വിശേഷണങ്ങളും ഉള്ളവനാണ്. അഥവാ അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും എന്താണോ ആ കാര്യങ്ങളെ നിർബന്ധമാക്കും. അതായത് അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു അഫൂവാണ്, അള്ളാഹു മുഹ്സിനാണ്. ഇങ്ങനെ മടങ്ങി വന്ന ഒരു അടിമക്ക് അള്ളാഹു പുറത്തു കൊടുക്കും. അതിനനുസരിച്ച് യജമാനൻ നിൽക്കും. ഫകൈഫ യകൂനു ഫറഹു സയ്യിദിഹി ബിഹി വഖദ് ആദ ഇലൈഹി ഹബീബുഹു വവലിയുഹു തൗഅൻ വഖ്തിയാറൻ, എങ്ങനെ ഉണ്ടായിരിക്കും ആ യജമാനന്റെ സന്തോഷം? അവൻ ഏറ്റവും പ്രിയപ്പെട്ട, അവന്റെ ഇഷ്ടപ്പെട്ട അടിമ അവനിൽ നിന്ന് തെറ്റിപ്പോയി. ആ അടിമ തെറ്റിപ്പോയി. എന്നിട്ട് ആ തിരിച്ച് സ്വമേധയാ യജമാനൻ പിടിച്ചുകൊണ്ടെന്നല്ല, ആ അടിമ സ്വമേധയാ തിരിച്ചു വന്ന് എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞ് ഞാനിനി നന്നായിക്കോളാം എന്ന് പറഞ്ഞ് ആ യജമാനന്റെ അടുക്കിലേക്ക് മടങ്ങി വരുമ്പോ എത്ര സന്തോഷമുണ്ടാവും ഒരു യജമാനന്, എത്ര സന്തോഷമുണ്ടാവും ഒരു യജമാനന്. വറാജഅ മാ യുഹിബ്ബുഹു സയ്യിദുഹു മിൻഹു വയർദാഹ്, ആ യജമാനൻ ഇഷ്ടപ്പെടുന്ന തൃപ്തിപ്പെടുന്ന കാര്യങ്ങളിലേക്ക് അവൻ മടങ്ങി വരുന്നു. വഫതഹ ത്വരീഖൽ ബിർരി വൽ ഇഹ്സാനി വൽ ജൂദ്, അങ്ങനെ ഉണ്ടാകുമ്പോൾ യജമാനൻ ഔദാര്യത്തിന്റെയും അവന് ചെയ്ത നന്മകളുടെയും ആ കവാടം വീണ്ടും തുറക്കുന്നു. അല്ലതി ഹിയ അഹബ്ബു ഇലാ സയ്യിദിഹി മിൻ ത്വരീഖിൽ ഗളബി വൽ ഇന്തിഖാം വൽ ഉഖൂബ, ആ യജമാനന് അടിമയെ ശിക്ഷിക്കുന്നതിനേക്കാളും അടിമയോടുള്ള വെറുപ്പിനേക്കാളും യജമാനന് ഇഷ്ടം എന്താണ്?
അടിമക്ക് ഇങ്ങനെ ഔദാര്യങ്ങൾ ചൊരിയാനും നന്മകൾ ചെയ്തു കൊടുക്കാനാണ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരിക്കും ആ സമയത്ത് യജമാനന്റെ സന്തോഷം എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്. അതായത് അള്ളാഹുവിലേക്ക് ഒരടിമ തൗബ ചെയ്ത് മടങ്ങുമ്പോൾ അള്ളാഹു സന്തോഷിക്കുക എന്ന് പറയുമ്പോൾ അള്ളാഹു തആലയ്ക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. ഓരോ മുഅ്മിനും അള്ളാഹുവിന് പ്രിയപ്പെട്ടവനാണ്. തഖ്വയും ഈമാനുമുള്ള ഏതൊരാളും അള്ളാഹുവിന്റെ വലിയാണ്. അപ്പൊ അള്ളാഹു തആലയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇഷ്ടപ്പെട്ട ഒരാൾ അള്ളാഹുവിൽ നിന്ന് അകന്ന് തെറ്റിപ്പോയിട്ട് അവൻ സ്വമേധയാ അവന്റെ തെറ്റേറ്റു പറഞ്ഞ് അള്ളാഹുവിലേക്ക് മടങ്ങിച്ചെന്ന് ഞാൻ എൻ്റെ പാപങ്ങൾ ഏറ്റുപറയുന്നു എന്ന നിലക്ക് മടങ്ങി വരുമ്പോൾ അങ്ങേയറ്റം ഔദാര്യം ചൊരിയുന്ന, കാരുണ്യം കാണിക്കുന്ന, വിട്ടുവീഴ്ച നടത്തുന്ന, പാപങ്ങൾ പുറത്തു കൊടുക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് എത്ര സന്തോഷം ഉണ്ടാകും എന്ന് ചിന്തിക്കാൻ വേണ്ടി യജമാനന്റെയും അടിമയുടെയും ഒരു രീതിയിൽ പറഞ്ഞതാണ്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് മറ്റൊരു ഉദാഹരണം കൂടി പറയുന്നുണ്ട്. വഹാദാ മൗദിഉൽ ഹികായത്തിൽ മശ്ഹൂറ അൻ ബഅദിൽ ആരിഫീൻ. മുൻഗാമികളിൽപ്പെട്ട ചില ആളുകൾ മറ്റൊരു ഉദാഹരണത്തിലൂടെ ഇത് വളരെ വ്യക്തമായി പറയാറുണ്ട്. മറ്റൊരു അറിയപ്പെട്ട ഒരു പ്രശസ്തമായിട്ടുള്ള ഉദാഹരണം, അന്നഹു ഹസല ലഹു ശുറൂദുൻ വ ഇബാഖുൻ മിൻ സയ്യിദിഹി. യജമാനിൽ നിന്ന് ഓടി അകലുന്ന ഒരാൾക്കുള്ള ഉദാഹരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫറആ ഫി ബഅദി സിക്കകി ബാബൻ ഖദ് ഫുതിഹ. അവർ ഒരു വഴിയിൽ, ഒരു തെരുവിൽ ഒരു വാതിൽ തുറന്നതായിട്ട് കാണാൻ. വേറൊരു ഉദാഹരണം പറയാണ് അതിന്. ഒരു വീടിന്റെ വാതിൽ തുറന്നതായിട്ട് കാണാൻ. വഖറജ മിൻഹു സബിയ്യുൻ യസ്തഗീസു വയബ്കി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ഒരു തുറന്ന കവാടത്തിൽ നിന്ന് ഒരു കുട്ടി സഹായം ചോദിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഓടി വരികയാണ്. ആ വാതിലൂടെ പുറത്തു ഓടി വരികയാണ്. വഉമ്മുഹു ഖലഫഹു തത്റുദുഹു. ആ കുട്ടിയുടെ ഉമ്മ ആ കുട്ടിയുടെ പിന്നാലെ ഉണ്ട്. ആ കുട്ടിയെ ചീത്ത പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആ കുട്ടിയെ താക്കീത് ചെയ്തുകൊണ്ട് ഓടിച്ചുകൊണ്ട് പിന്നാലെ ഉണ്ട്. ഹത്താ ഖറജ. അങ്ങനെ ആ വാതിൽ കഴിഞ്ഞ് കുട്ടി പുറത്തേക്ക് വരുന്നവരെ ഉമ്മ വീടിൻ്റെ ഉള്ളിൽ പിന്നാലെ ഉണ്ടായിരുന്നു. അതിന് കുട്ടി വീട് വിട്ടിട്ട് ഇറങ്ങി ഓടിപ്പോവാണ്. അങ്ങനെ ഓടിപ്പോയപ്പോൾ ഫാഖലഖത്തിൽ ബാബ ഫി വജ്ഹിഹി വദഖലത്. ആ ഉമ്മ ആ വാതിൽ അടച്ചിട്ട് എന്ത് ചെയ്തു? ഉമ്മ വീടിന്റെ അകത്തേക്ക് പോയി. ഫദഹബ സ്വബിയ്യു ഗൈറ ബഈദിൻ. ആ കുട്ടി വല്ലാതെ ദൂരെ അല്ലാതെ കുറച്ചങ്ങോട്ട് ഓടിപ്പോയ സമയത്ത് സുമ്മ വഖഫ മുഫക്കിറൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കുട്ടി ഇങ്ങനെ നിന്ന് ആലോചിക്കാൻ തുടങ്ങി. കുട്ടി ഇരുന്നിട്ട് ആലോചിക്കാൻ തുടങ്ങി. ഫലം യജിദ് ലഹു മഅവൻ ഗൈറൽ ബൈത്തി അല്ലദീ ഉഖ്രിജ മിൻഹു. ആ കുട്ടി പുറത്താക്കപ്പെട്ട അല്ലെങ്കിൽ പുറത്തു വന്ന ആ വീടല്ലാതെ വേറെ എങ്ങോട്ടോ ആ കുട്ടിക്ക് പോകാനില്ല. അതായത് സ്വന്തം വീട്ടിൽ നിന്ന് ഓടിപ്പോന്നതാണ്. അങ്ങോട്ടല്ലാതെ വേറെ എങ്ങോട്ടോ ആ കുട്ടിക്ക് പോകാനില്ല. വലാമൻ യുവീഹി ഗൈറ വാലിദതിഹി. ആ കുട്ടിയുടെ ഉമ്മ അല്ലാതെ വേറൊരാളും ആ കുട്ടിക്ക് സംരക്ഷണം കൊടുക്കാനുമില്ല. ആ കുട്ടി വീടിന്ന് ഇറങ്ങി പോകുന്നതാണ്. കുറച്ചു പോയിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്, ഞാൻ എങ്ങോട്ടാ പോവാ, എനിക്ക് വേറെ വീടുമില്ല, എന്നെ എൻ്റെ അമ്മ നോക്കുന്നത് പോലെ നോക്കാൻ വേറൊരാളും ഇല്ല. ഫറജഅ മക്സൂറൽ ഖൽബി ഹസീനൻ. അങ്ങനെ എന്തോ പൊട്ടിത്തകർന്ന ഹൃദയമായിട്ട് ദുഃഖത്തിലായിക്കൊണ്ട് തിരിച്ചു പോവാണ്. എന്തോ ഒരു കാര്യം ചെയ്തിട്ട് എന്തോ ഒരു കുരുത്തക്കേട് ഒപ്പിച്ച് ഇറങ്ങി ഓടിയതാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഓർമ്മ വന്നത്, നിന്റെ അമ്മ അല്ലാതെ ആരെന്നെ നോക്കുക, അല്ലെങ്കിൽ എൻ്റെ വീടല്ലാതെ വേറെ എന്താ എനിക്കുള്ളത്. അങ്ങനെ പൊട്ടിത്തകർന്ന കൽബുമായിട്ട് ദുഃഖത്തിലായിക്കൊണ്ട് തിരിച്ചു പോവാണ്. ഫവജദൽ ബാബ മുർത്തജൻ. അങ്ങനെ ആ വാതിലിന്റെ അടുക്കലേക്ക് എത്തി. ആ വാതില് അവന് പ്രതീക്ഷയുള്ള ആകെ വാതിൽ മാത്രമാണ്, പക്ഷെ അത് അടഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ്. ഫതവസ്സദഹു വവളഅ ഖദ്ദഹു അലാ അത്ബത്തിൽ ബാബി വനാമ. അങ്ങനെ അവൻ ആ വാതിലിന്റെ പടിയിൽ തല വെച്ച് കിടന്നു, അവിടെ കിടന്നു ഉറങ്ങിപ്പോയി. ഫഖറജത് ഉമ്മുഹു. അപ്പോഴാണ് ഉമ്മ വാതിൽ തുറന്ന് പുറത്തേക്ക് വരുന്നത്. ഫലമ്മാ റഅത്ഹു അലാ തിൽകൽ ഹാൽ. അങ്ങനെ ഉമ്മ കുട്ടിയെ ആ ഒരു അവസ്ഥയിൽ കണ്ടപ്പോ, അതായത് വീണ് കിടക്കുന്ന ആ ഒരു അവസ്ഥയിൽ കണ്ടപ്പോ, ലം തംലിക് അൻ റമത് നഫ്സഹാ അലൈഹി. അങ്ങനെ ആ ഉമ്മാക്ക് എന്ത് സാധിച്ചില്ല? അങ്ങനെ ഉമ്മാക്ക് എന്ത് സാധിച്ചില്ല? ആ ഉമ്മാന്റെ സ്വന്തത്തെ പിടിച്ചു വെക്കാൻ സാധിച്ചില്ല. വളരെയധികം വിഷമം തോന്നി ആ ഉമ്മാക്ക്. ആ കുട്ടിയെ അവസ്ഥയിൽ കണ്ടപ്പോ സ്വന്തത്തെ പിടിച്ചു വെക്കാൻ സാധിച്ചില്ല. വൽതസമത്ഹു തുഖബ്ബിലഹു വതബ്കി. അങ്ങനെ ആ കുട്ടീനെ എടുത്തിട്ട് ആ കുട്ടീനെ ചുംബിക്കാനും അതുപോലെ തന്നെ ആ ഉമ്മ കരയാനും തുടങ്ങി. വതഖൂൽ. എന്നിട്ട് ആ ഉമ്മ പറഞ്ഞു, യാ വലദി, എന്റെ മോനെ, അയ്ന തദ്ഹബു അന്നി, നീ എന്നിൽ നിന്ന് എങ്ങട്ടാ പോയത്? വമൻ യുവീക സിവാ, ഞാനല്ലാതെ ആരാണ് നിനക്ക് സംരക്ഷണം നൽകാനുള്ളത്, നിനക്ക് അഭയം നൽകാനുള്ളത്? അലം അഖുൽ ലക്, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, ലാ തുഖാലിഫ്നി, നീ എനിക്കെതിരായിട്ടൊന്നും ചെയ്യരുത് എന്ന്. എന്തോ ചെയ്തിട്ട് പോയതാണ്. വലാ തഹ്മിൽനി ബിമഅസിയതിക ലി അലാ ഖിലാഫി മാ ജുബിൽതു അലൈഹി മിനർ റഹ്മതി ലക്,
നീ എന്ത് ചെയ്യരുത്? നീ അനുസരണക്കേട് കാണിച്ചിട്ട് നിന്റെ മേലെ എനിക്ക് എപ്പോഴുമുള്ള കാരുണ്യത്തിനെതിരായിട്ട് നീ ഒന്നും ചെയ്യരുത് എന്ന്. വശഫഖതി അലൈക്, നിന്നോടുള്ള കൃപക്കെതിരായിട്ടൊന്നും ചെയ്യരുത് എന്ന്. വ ഇറാദത്തി അൽ ഖൈറ ലക്, നിനക്ക് നന്മ മാത്രം ഉദ്ദേശിക്കുന്ന അവസ്ഥക്കെതിരായിട്ട് നീ ഒന്നും ചെയ്യരുത് എന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? അതോ കുട്ടിയോട് അമ്മ പറയാണ്, എന്തിനാ മോനെ ഇങ്ങനെയൊക്കെ ചെയ്തത്? എനിക്ക് നിന്നോട് എപ്പോഴും ഇഷ്ടമാണ്, എപ്പോഴും കൃപയാണ്, നിനക്ക് നന്മയല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല, എന്നിട്ടും ഞാൻ പറഞ്ഞതിന് എതിരായിട്ട് നീ എന്തിനാ ചെയ്തത്? എന്നിട്ട് പറഞ്ഞു സുമ്മ അഖദത്ഹു വദഖലത്, അങ്ങനെ ആ കുട്ടിയെ എടുത്തുകൊണ്ട് ആ ഉമ്മ വീട്ടിലേക്ക് പോയി. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറയുകയാണ്, ഫതഅമ്മൽ ഖൗലൽ നിങ്ങൾ ആലോചിക്കണം, ആ ഉമ്മാന്റെ വാക്ക് നിങ്ങൾ ആലോചിക്കണം. ലാ തഹ്മിൽനി ബിമഅസിയതിക ലീ അലാ ഖിലാഫി മാ ജുബിൽതു അലൈഹി മിനർ റഹ്മതി വശഫഖ, നിന്നോടുള്ള കൃപയും കാരുണ്യവും നിറഞ്ഞു നിൽക്കുന്ന എനിക്ക് എതിരായിക്കൊണ്ട് നീ പാപങ്ങൾ എതിരായിക്കൊണ്ട് അനുസരണക്കേട് ചെയ്യരുത്, നീ എതിരായ കാര്യങ്ങൾ പ്രവർത്തിക്കരുത് എന്നുള്ള ഉമ്മാന്റെ വാക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അഥവാ ഈ ഉദാഹരണം പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരടിമ, അല്ലാഹു തആല അടിമക്ക് ഖൈറല്ലാതെ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. അതായത് മുഅ്മിനായ ഒരു അടിമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മുഅ്മിനായ അടിമയെ സ്വർഗത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. അവൻ സ്വർഗത്തിലേക്ക് എത്താൻ അവന് ആവശ്യമായിട്ടുള്ള അനുഗ്രഹങ്ങൾ അല്ലാഹു ചൊരിയുന്നു. എന്നിട്ടും അവൻ അള്ളാഹുവിനെ ധിക്കരിച്ചു പോയി അവൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷിക്കുന്നു എന്ന് പറയാൻ. എന്നിട്ട് ഈ ഉദാഹരണം പറഞ്ഞിട്ട് പറയാണ്, വതഅമ്മൽ ഖൗലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഒരു ഹദീസ് നിങ്ങൾ ആലോചിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചുള്ള ഹദീസാണ്. ലല്ലാഹു അർഹമു ബിഇബാദിഹി മിനൽ വാലിദതി ബിവലദിഹാ, ഒരു ഉമ്മാക്ക് ആ ഒരു കുട്ടിയോടുള്ളതിനേക്കാൾ അടിമയോട് കാരുണ്യം ചൊരിയുന്നവനാണ്, അടിമകളോട് കാരുണ്യം കാണിക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതായത് ഒരു നമുക്ക് ആലോചിച്ചാൽ മതി, ഒരു ഉമ്മാക്ക് കുട്ടികളോട് അവരുടെ മക്കളോട് എത്ര സ്നേഹം ഉണ്ടാവും? അറിയപ്പെട്ട കാര്യമാണ്. കന്നുകാലികളെ നോക്കിയാലും മറ്റുള്ള ജന്തുജീവികളെ നോക്കിയാൽ പോലും മനസ്സിലാകും ഒരു ഉമ്മാക്ക് കുട്ടിയോടുണ്ടാകുന്നത്. മനുഷ്യർക്ക് എത്രയുണ്ട്? അങ്ങനെ ഒരു കുട്ടി ആ ഉമ്മ പറഞ്ഞത് ചെയ്തതിനെതിരായി ചെയ്ത് പോയിട്ട് തിരിച്ച് അമ്മാന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഉമ്മാക്ക് എത്ര സന്തോഷം ഉണ്ടാവും? അമ്മ എങ്ങനെ സ്വീകരിക്കും? അത് പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് എന്താണ്? ഒരു ഉമ്മാക്ക് കുട്ടിയോടുള്ളതിനേക്കാൾ കാരുണ്യം അടിമകളോട് കാണിക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. വഅയ്ന തഖഉ റഹ്മത്തുൽ വാലിദതി മിൻ റഹ്മത്തില്ലാഹ്. ഇബ്നുൽ ഖയ്യിം ചോദിക്കുകയാണ്, ഒരു ഉമ്മാന്റെ കാരുണ്യവും അള്ളാഹിന്റെ കാരുണ്യം വെച്ച് നോക്കുമ്പോൾ ഉമ്മാന്റെ കാരുണ്യം എവിടെയാണ് നിൽക്കുന്നത്? ഫൈദാ ഗളബഹുൽ അബ്ദു ബിമഅസിയതിഹി ഫഖദ് ഇസ്തദ്അ മിൻഹു സർഫ തിൽക റഹ്മതി അൻഹു. ഒരടിമ അവന്റെ അനുസരണക്കേട് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് പോകുമ്പോൾ അവന് കാരുണ്യം ലഭിക്കുന്നതിൽ നിന്നാണ് തെറ്റിപ്പോകുന്നത്. ഫൈദാ താബ ഇലൈഹി, എന്നാൽ അല്ലാഹുവിലേക്ക് ഒരടിമ പശ്ചാത്തപിച്ച് മടങ്ങുമ്പോൾ ഫഖദ് ഇസ്തദ്അ മിൻഹു മാ ഹുവ അഹ്ലുഹു വ ഔലാ ബിഹി, അവൻ തേടുന്നത് ഏറ്റവും യോഗ്യനായിട്ടുള്ള അർഹനായിട്ടുള്ള ആളിൽ നിന്നാണ് അവൻ ആ പശ്ചാത്താപം തേടുന്നത്. അത് ചെയ്യാൻ ഏറ്റവും യോഗ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തൗബയിൽ സന്തോഷിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ഇഷ്ടപ്പെട്ട ഒരടിമ അള്ളാഹുവിന്റെ ശത്രുവിന്റെ വാക്ക് കേട്ട് തെറ്റിപ്പോയിട്ട് സ്വമേധയാ തിരിച്ചു വരുമ്പോൾ അത്രത്തോളം, അതായത് ഉദാഹരണങ്ങൾ പറഞ്ഞത് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ഉമ്മാക്ക് കുട്ടി തിരിച്ചു വന്നാൽ എത്ര സന്തോഷം ഉണ്ടാവും നമുക്കറിയാം. പക്ഷെ അതിനേക്കാൾ കാരുണ്യം ചൊരിയുന്ന അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരിക്കും അത്? എന്ന് പറയാണ്, ഫഹാദിഹി നബ്ദത്തുൻ യസീറത്തുൻ തുത്ലിഉക അലാ സിർരി ഫർഹില്ലാഹി ബിതൗബതി അബ്ദിഹി അഅ്ദമ മിൻ ഫർഹി ഹാദൽ വാജിദ് ലിറാഹിലതിഹി ഫിൽ അർളിൽ മുഹ്ലിക. ഈ ഒരു ഉദാഹരണങ്ങൾ പറഞ്ഞത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹദീസിൽ പറഞ്ഞ എന്താണ്? യാത്രാമൃഗവും ഭക്ഷണവും എല്ലാം നഷ്ടപ്പെട്ട ഒരാൾക്ക് അത് തിരിച്ചു കിട്ടുമ്പോൾ അയാൾ അനുഭവിക്കുന്ന സന്തോഷം പറഞ്ഞിട്ടാണ്. അപ്പോൾ ആ സന്തോഷം എങ്ങനെയാണെന്ന് മനസ്സിലാക്കി തരാനുള്ള ചെറിയ ചെറിയ ഉദാഹരണങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രത്തോളം ഒരടിമ തൗബ ചെയ്ത് മടങ്ങുമ്പോൾ സന്തോഷിക്കും. ബഅദൽ യഅ്സി മിൻഹാ, അയാളെല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്, നിരാശയിലാണ്, മരണം മാത്രം മുന്നിലുള്ള അവസ്ഥയിലാണ്. ആ അവസ്ഥയിലാണ് പിന്നെ സന്തോഷിക്കുന്നത്. വവറാഅ ഹാദാ മാ തജ്ഫു അൻഹുൽ ഇബാറ വതദിഖു അൻ ഇദ്റാകിൽ അദ്ഹാൻ, വാക്കുകളിൽ എഴുതാൻ സാധിക്കാത്ത,
മനസ്സുകൾക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്തതിനപ്പുറത്തേക്കുള്ള ആ സന്തോഷമാണ് അതിനകത്തുള്ളത്. അഥവാ അള്ളാഹു സന്തോഷിക്കുക എന്നുള്ളത് എന്ന് പറയാം. ഇത് സത്യത്തിൽ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇത് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് എങ്ങനെയാണ് അവന്റെ പാപത്തിൽ മുഴുകാൻ സാധിക്കുക? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ തിരിച്ചു വരുമ്പോൾ, നമുക്ക് എന്തെങ്കിലും പാപം ചെയ്ത് അള്ളാഹുവിൽ നിന്ന് അകന്നു പോകുമ്പോൾ തിരിച്ച് അള്ളാഹുവിലേക്ക് അടുക്കുമ്പോൾ അള്ളാഹു സന്തോഷിക്കുകയാണ്. ഇങ്ങനെ അള്ളാഹു സന്തോഷിക്കുമെന്ന് അറിഞ്ഞിട്ട് ഒരടിമയ്ക്ക് എങ്ങനെയാണ് തൗബ ചെയ്യാതിരിക്കാൻ സാധിക്കുക? എങ്ങനെയാണ് പശ്ചാത്തപിച്ച് മടങ്ങാതിരിക്കാൻ സാധിക്കുക? ഇതിനെക്കുറിച്ച് ആലോചിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശ തോന്നുക? എന്നിട്ട് പറയാണ്, ഇദാ നവർത ഇലാ തഅല്ലുഖിൽ ഫർഹിൽ ഇലാഹി ബിൽ ഇഹ്സാനി വൽ ജൂദി വൽ ബിർ, ഈ അള്ളാഹുവിന്റെ സന്തോഷവും അതുപോലെ അള്ളാഹു നൽകുന്ന ഔദാര്യങ്ങളുമെല്ലാം നീ ചിന്തിച്ചു കഴിഞ്ഞാൽ, വമ്മാ ഇൻ ലാഹൽത തഅല്ലുഖഹു ബിൽ ഇലാഹിയതിഹി വകൗനിഹി മഅബൂദൻ ഫദാക മശ്ഹദുൻ അജല്ലു മിൻ ഹാദാ ബഅദൻ മിൻഹു, അള്ളാഹു മാത്രമാണ് ആരാധ്യൻ എന്നിരിക്കെ, അള്ളാഹു എല്ലാ സൃഷ്ടികളും ആരാധിക്കപ്പെടേണ്ട മഅബൂദാണെന്നിരിക്കെ, അതിന് യോഗ്യനാണെന്നിരിക്കെ, അങ്ങനെയുള്ള അല്ലാഹു തആല ഈ രീതിയിൽ സന്തോഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് നീ ചിന്തിച്ചു കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാകാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതിനേക്കാൾ വലുതാണ്. വഇന്നമാ യശ്ഹദുഹു ഖവാസുൽ മുഹിബ്ബീൻ, അള്ളാഹുവിനെ ഏറ്റവും സത്യസന്ധമായി സ്നേഹിക്കുന്ന വളരെ ചുരുക്കം പേർക്ക് മനസ്സിലാകുന്ന വലിയൊരു സ്ഥാനമാണ്, ഒരു അവസ്ഥയാണത് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാം. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറയുന്നു, ഫഇന്നല്ലാഹ സുബ്ഹാനഹു ഇന്നമാ ഖലഖൽ ഖൽഖ ലിഇബാദതിഹിൽ ജാമിഅ ലിമഹബ്ബതിഹി വൽ ഖുദൂഇ ലഹു വതഅതുഹു, അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടികളെ സൃഷ്ടിച്ചിട്ടുള്ളത് അവനെ മാത്രം ആരാധിക്കാനും എല്ലാ രീതിയിൽ പരിപൂർണമായ ഇബാദത്തുകൾ അവന് വേണ്ടി നിർവഹിക്കാനും അള്ളാഹുവിന് മുമ്പിൽ കീഴൊതുങ്ങാനും അവനെ അനുസരിക്കാനും വേണ്ടിയിട്ടാണ്. വഹാദാ ഹുവൽ ഹഖ്ഖുൽ ലദീ ഖുലിഖത് ബിഹിസ് സമാവാതു വൽ അർദ്, ഇതാണ് ആകാശഭൂമികളെ സൃഷ്ടിക്കപ്പെട്ടതിന്റെ പിന്നിലുള്ള കാരണം, ഹഖ് എന്നുള്ളത്, അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ളത്. വഹുവ ഗായത്തുൽ ഖൽഖി വൽ അംർ, അതാണ് സൃഷ്ടിപ്പിന്റെയും കാര്യങ്ങളുടെ തീരുമാനത്തിന്റെയും നിയമവ്യവസ്ഥയുടെയും എല്ലാം രഹസ്യവും ലക്ഷ്യവും. വനഫിഹു, എന്നാൽ ഇതിനെതിരായിട്ടുള്ളത്, കമാ യഖൂലു അഅദാഉഹു വൽ ബാത്തിൽ, അള്ളാഹുവിന്റെ ശത്രുക്കൾ പറയുന്നത് ബാത്തിലാണ്. അതായത് ഇപ്പൊ ഇത്ര നേരം പറഞ്ഞത് അള്ളാഹു സുബ്ഹാനഹു വ തആല തൗബ ചെയ്യുമ്പോൾ എത്രത്തോളം സന്തോഷിക്കുന്നു അത് മനസ്സിലാക്കി തരാൻ ചില ഉദാഹരണങ്ങൾ, അത് ചിന്തിക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. എന്നിട്ട് പറയാണ്, അള്ളാഹു തആല സൃഷ്ടികളെ സൃഷ്ടിച്ചത് അവനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് ആകാശഭൂമികൾ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്, അതല്ലാതെ വേറൊരു ഉദ്ദേശം അള്ളാഹുവിനില്ല. അതിനെതിരായിക്കൊണ്ട് ആളുകൾ പറയുന്നത്, അഥവാ സൃഷ്ടിപ്പിനൊരു ലക്ഷ്യമില്ല, വെറുതെ ജീവിച്ച് മരിച്ചാൽ മതി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യമാണ് പറയുന്നത് എങ്കിൽ അത് ബാത്തിലാണ്. വൽ അബഥു അല്ലദീ നസ്സഹ നഫ്സഹു അൻഹു, അബത്ത് നിരർത്ഥകമായിട്ടാണ് അള്ളാഹു ഇതെല്ലാം സൃഷ്ടിച്ചത് എന്നുള്ള വാദത്തിൽ നിന്ന് അള്ളാഹു സ്വന്തത്തെ ഒഴിവാക്കിയിട്ടുണ്ട്. ഖുർആനിൽ അള്ളാഹു തആല പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അള്ളാഹു നിരർത്ഥകമായിട്ടുള്ള അബഥനല്ല സൃഷ്ടിച്ചിട്ടുള്ളത്. വഹുവ സുദാ അല്ലദീ നസ്സഹ നഫ്സഹു അൻഹു അൻ യത്റുക അൽ ഇൻസാനു അലൈഹി, അതുപോലെ തന്നെ അൻ യുത്രകൽ ഇൻസാനു അലൈഹി, മനുഷ്യനെ വെറുതെ വിട്ടേക്കപ്പെടാൻ സുദയായിട്ട് സൂറത്തുൽ ഖിയാമയിൽ പറഞ്ഞതുപോലെ വെറുതെ ആയിട്ട് അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല, അതിൽ നിന്നും അള്ളാഹു ഒഴിവായിട്ടുണ്ട്. ഫഹുവ സുബ്ഹാനഹു യുഹിബ്ബു അൻ യുഅബദ വയുതാഅ, അള്ളാഹു തആല ഇഷ്ടപ്പെടുന്നു, അവനെ ആരാധിക്കപ്പെടുന്നതും അവനെ അനുസരിക്കപ്പെടുന്നതും അള്ളാഹു ഇഷ്ടപ്പെടുന്നു. വലാ യഅബഉ ബിഖൽഖിഹി ശൈഅൻ ലൗലാ മഹബ്ബതുഹും വതഅതുഹും ലഹു, അള്ളാഹുവിനോടുള്ള ഇഷ്ടവും അല്ലെങ്കിൽ അള്ളാഹുവിനോടുള്ള അനുസരണവും അടിമകളുടെ ഭാഗത്തു നിന്ന് ഇല്ല എങ്കിൽ അള്ളാഹു അവർക്ക് ഒരു പരിഗണനയും നൽകുകയില്ല. അഥവാ ഈ പറഞ്ഞതിന്റെ ആകത്തുക, അള്ളാഹു നമ്മെ സൃഷ്ടിച്ചതിന്റെ പിന്നിലുള്ള ലക്ഷ്യം അള്ളാഹുവിനെ മാത്രം ആരാധിക്കലാണ്. അള്ളാഹുവിനെ ആരാധിക്കുന്നതും അള്ളാഹുവിനെ അനുസരിക്കുന്നതും അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അങ്ങനെ അള്ളാഹുവിന്റെ ഇഷ്ടവും അള്ളാഹുവിനുള്ള ഇബാദത്തും ഇല്ല എങ്കിൽ അള്ളാഹു പിന്നെ അടിമകൾക്ക് ഒരു സ്ഥാനവും കൽപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ പരിഗണിക്കുന്നില്ല. ബൽ ഫമദ്ദന്നു, എന്നിട്ട് ഇപ്പൊ ഇത്ര നേരം പറഞ്ഞത് ഒരു അടിമയുടെ ഭാഗത്തു നിന്നാണ്, ഇനി യജമാനന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു കാഴ്ചപ്പാട് പറയാണ്. ഫമദ്ദന്നു ബിമഹ്ബൂബിൻ ലക് തുഹിബ്ബുഹു ഹുബ്ബൻ ശദീദൻ, നീ ചിന്തിക്കാൻ പറയാണ്, നിന്റെ വിചാരം എന്താണെന്ന് പറഞ്ഞിട്ട് പറയാണ്, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ, നിനക്ക് പ്രിയപ്പെട്ട ഇഷ്ടപ്പെട്ട ഒരാൾ, നീ വളരെയധികം അയാൾ ഇഷ്ടപ്പെടുന്നുണ്ട്, വളരെയധികം, തുഹിബ്ബുഹു ഹുബ്ബൻ ശദീദൻ, വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. വഅസറഹു അദുവുക്, അങ്ങനെയുള്ള ഒരാളെ നിന്റെ ശത്രു തടവിലാക്കി.
വഹാല ബൈനക വബൈനഹു, നിന്റെയും അവന്റെയും ഇടയിൽ ഒരു മറയിട്ടു. അഥവാ ശത്രു അവനെ പിടിച്ചുകൊണ്ട് പോയി എന്ന് വിചാരിക്കുക. ശത്രു അവനെ തടവിലാക്കിക്കൊണ്ട് നിനക്ക് അവനെ കാണാൻ പറ്റാത്ത, അവന്റെ കാര്യം അറിയാൻ പറ്റാത്തൊരവസ്ഥയിലാക്കി. വഅൻത തഅലമു, നിനക്കറിയാം, അന്നൽ അദുവ്വ സയസൂമുഹു സൂഅൽ അദാബ്, ആ ശത്രു നിനക്ക് പ്രിയപ്പെട്ട ഒരാൾ. ഇത് അവരവർ ചിന്തിക്കേണ്ട കാര്യം കേട്ടോ. അഥവാ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക, നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ, നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാൾ, അയാളെ നിങ്ങളുടെ ശത്രു തടവിലാക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങളുടെയും അയാളുടെ ഇടയിൽ മറയിട്ടു. അഥവാ ഒരു നിലക്കും അയാളായിട്ട് കാണാനോ മിണ്ടാനോ ഒന്നും സാധിക്കുന്നില്ല. നിങ്ങൾക്ക് ഉറപ്പാണ് ആ ശത്രു അവനെ ഉപദ്രവിക്കും, പല രീതിയിൽ അവനെ ബുദ്ധിമുട്ടിക്കും, ഉപദ്രവിക്കുന്ന ഉറപ്പാണ്. പല രീതിയിൽ അവനെ ബുദ്ധിമുട്ടിക്കുകയും നാശം വരുത്തുകയൊക്കെ ചെയ്യും. വഅൻത ഔലാ ബിഹി മിൻഹു, നിനക്കറിയാം നീയാണ് അവനെ ഏറ്റവും പ്രിയപ്പെട്ടവൻ. വഹുവ ഗറസുക വതർബിയതുക, കാരണം നീയാണ് അവനെ വളർത്തിക്കൊണ്ടുവന്നത്, നീയാണ് അവനെ വളർത്തി വലുതാക്കിയതെല്ലാം ചെയ്തത്. ثم إنه ഇൻഫലത മിൻ അദുവ്വിഹി, അങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തിൽ ആ ശത്രുവിൽ നിന്ന് അവൻ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു വരാം. വവാഫാക അലാ ഗൈരി മീആദിൻ, അങ്ങനെ പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് അവൻ നിന്റെ അടുക്കിലേക്ക് വന്നു. ഫലം യഫ്ജഅക ഇല്ലാ വഹുവ അലാ ബാബിക, അങ്ങനെ പെട്ടെന്ന് അവൻ നിന്റെ കവാടത്തിന്റെ അടുക്കൽ വരികയാണ്. യതമല്ലഖക വയതറദ്ദാക വയസ്തഅതബക, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത്, അല്ലെങ്കിൽ നിനക്ക് തൃപ്തിപ്പെടുന്ന കാര്യം ചെയ്ത്, അങ്ങനെ പോയതിലെ വിഷമം, ആ ശത്രുവിന്റെ ഒപ്പം പോയതിലെ വിഷമമൊക്കെ പറഞ്ഞിട്ട് വരികയാണ്. വയുമർരിഖു ഖദ്ദൈ അലാ തുറാബിൻ അഅതാബക, അയാൾ അവിടെ നിലത്ത് മണ്ണിൽ തല വെച്ച് കവിള് വെച്ച് മണ്ണ് പുരണ്ട അവസ്ഥയിൽ കിടക്കാൻ. ഫകൈഫ യകൂനു ഫർഹുക ബിഹി വഖദ് ഇഖ്തസസ്തഹ ലിനഫ്സിക വറദീതഹു ലിഖുർബിക വആഥർതഹു അലാ സിവാഹ്, നിനക്ക് ആ സമയത്ത് എത്ര സന്തോഷം ഉണ്ടാവും. നീ പ്രത്യേകമായിട്ട് എടുത്തിട്ടുള്ള ഒരാള്, നിനക്ക് അവന്റെ സാമീപ്യം നിനക്ക് വളരെ സന്തോഷമുള്ളത്, നീ മറ്റാരേക്കാളും പ്രാധാന്യം കൊടുക്കുന്ന ഒരാള്, അവൻ നിന്റെ ശത്രുവിന്റെ ഒപ്പം പോയിട്ട് തടവിലായത് പിന്നെ രക്ഷപ്പെട്ട് നിന്റെ അടുക്കലേക്ക് തിരിച്ചു വന്ന് പെട്ടെന്ന് നിന്റെ മുമ്പിൽ കാണുമ്പോൾ നിനക്ക് എത്ര സന്തോഷം ഉണ്ടാവും ചോദിക്കാൻ, എത്ര സന്തോഷം ഉണ്ടാവും. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറയാണ്, ഹാദാ വലസ്തല്ലദി ഔജദ്തഹു വഖലഖ്തഹു, ഈ ഒരു കാര്യം ഇപ്പൊ നമ്മൾ ചിന്തിച്ച ഈ കാര്യം നീ സൃഷ്ടിച്ച ഒരുവനല്ല. അതായത് നമ്മൾ സുഹൃത്തിനെ കുറിച്ച് ആലോചിക്കുക, നമ്മുടെ മകനെ കുറിച്ച് ആലോചിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഉമ്മാനെ ഉപ്പാനെ കുറിച്ച് ആലോചിക്കുക. അങ്ങനെ ഒരാളിങ്ങനെ നമ്മളിൽ നിന്ന് തെറ്റിപ്പോയി, വേറെ പോയി, ഓടിപ്പോയി, അല്ലെങ്കിൽ ശത്രു പിടിച്ചുകൊണ്ട് പോയി തിരിച്ച് പെട്ടെന്ന് നമ്മുടെ ഇതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര സന്തോഷം ഉണ്ടാവും. അത്രയും ഇഷ്ടമുള്ള ഒരാളാണ്, എത്ര സന്തോഷം ഉണ്ടാവും. എന്നിട്ട് പറയാണ്, അവൻ നീ സൃഷ്ടിച്ചവനോ നീ ഒരുക്കിയ ഒരാളോ അല്ല, അല്ലാതെ വന്നിട്ടുള്ള ഒരാളാണ്. വസ്ബഗ്ത അലൈഹി നിഅമക, നീ അവന്റെ മേലെ എല്ലാ അനുഗ്രഹവും ചൊരിഞ്ഞിട്ടില്ല, നിനക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ അനുഗ്രഹവും ചൊരിഞ്ഞ ആളല്ല. വല്ലാഹ് ഹുവല്ലദി ഔജദ അബ്ദഹു, പക്ഷെ അല്ലാഹു അങ്ങനെയല്ല. അല്ലാഹു അസ്സ വജൽ അടിമയെ സൃഷ്ടിച്ചവനാണ് അല്ലാഹു തആല. വഖലഖഹു വകവ്വനഹു, അവനെ സൃഷ്ടിച്ചവനും ഒരുക്കിയവനുമാണ് അല്ലാഹു തആല. വസ്ബഗ അലൈഹി നിഅമഹു, എല്ലാവിധ അനുഗ്രഹങ്ങളും അവന്റെ മേലെ പൂർത്തീകരിച്ചവനാണ് അല്ലാഹു തആല. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാള്, നമുക്ക് അവരുടെ മേലെ ഒരു അധികാരം ഉണ്ടായിരുന്നില്ല, നമുക്ക് പ്രിയപ്പെട്ട, നമുക്ക് എങ്ങനെയോ കിട്ടിയ ഒരാളാണ്. ഇപ്പൊ നമ്മുടെ ഉപ്പ ഉമ്മ നമ്മുടെ സഹോദരങ്ങള്, അവനെ സൃഷ്ടിച്ച സംവിധാനിച്ചത് നമ്മളല്ല. പക്ഷെ എന്നാലും നമുക്ക് ഇഷ്ടമാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം ഉണ്ടാവുന്നു. അപ്പോ അല്ലാഹു തആല ആണെങ്കിലോ അവൻ സൃഷ്ടിച്ച് സംവിധാനിച്ച് വളർത്തിക്കൊണ്ടുവന്ന് എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞിട്ടുള്ള ഒരടിമ, ഏറ്റവും അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒരടിമ. വഹുവ യുഹിബ്ബു അൻ യുതിമ്മഹാ അലൈഹി, അവന്റെ മേലെയുള്ള അനുഗ്രഹങ്ങൾ പൂർത്തീകരിക്കണമെന്ന് ഇഷ്ടപ്പെടുന്നവനാണ് അല്ലാഹു തആല. ഫയസീറു മുബ്ഹിറൻ ലിനിഅമിഹി, അല്ലാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ അവൻ പ്രകടമാക്കണം, അഥവാ അവൻ അംഗീകരിച്ച് അവന് ആളുകൾക്ക് മുമ്പിൽ പ്രകടമായിരിക്കണം. ഖാബിലൻ ലഹാ ഷാകിറൻ ലഹാ, ആ അനുഗ്രഹങ്ങൾക്ക് അവൻ സ്വീകരിച്ച് അവൻ നന്ദി കാണിക്കണം. ഇതൊക്കെ അല്ലാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്. അതായത് അല്ലാഹു അടിമയുടെ മേലെ അനുഗ്രഹം ചൊരിയാൻ ഇഷ്ടപ്പെടുന്നു, ആ അനുഗ്രഹങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്നു, ആ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്നത് ഇഷ്ടപ്പെടുന്നു, ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നത് ഇഷ്ടപ്പെടുന്നു. മുഹിബ്ബൻ ലി വലിയിഹ, ആ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞവനോട് ഇഷ്ടം കാണിക്കുന്നതും അള്ളാഹു ഇഷ്ടപ്പെടുന്നു. മുതീഅൻ ലഹു ആബിദൻ ലഹു, അവനെ അള്ളാഹുവിനെ അനുസരിക്കുന്ന അവസ്ഥയിൽ, അള്ളാഹുവിനെ ആരാധിക്കുന്ന അവസ്ഥയിലാവുക എന്നുള്ളതൊക്കെ അള്ളാഹു ഇഷ്ടമുള്ള കാര്യമാണ്. മുആദിയൻ ലി അദുവ്വിഹി, അതേപോലെ തന്നെ അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ് അള്ളാഹുവിന്റെ ശത്രുവിനോട് അവൻ ശത്രുത വെച്ച് പുലർത്തുക എന്നുള്ളതും. മുബ്ഗിലൻ ലഹു ആസിയൻ ലഹു, അള്ളാഹുവിന്റെ ശത്രുവിനോട് വെറുപ്പ് വെക്കുകയും അള്ളാഹുവിന്റെ ശത്രുവിനോട് അനുസരണക്കേട് കാണിക്കുകയും ചെയ്യുക എന്നുള്ളതും.
അതായത് ഒന്നുകൂടി പറയാം, അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച് വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞിട്ടുള്ള അടിമ. ആ അനുഗ്രഹങ്ങൾ ചൊരിയാൻ അള്ളാഹുവിന് ഇഷ്ടമാണ്. ആ അനുഗ്രഹങ്ങൾ അടിമ സ്വീകരിക്കുന്നതും അത് പ്രകടമാക്കുന്നതും അതിന് നന്ദി കാണിക്കുന്നതും ഒക്കെ അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. അതോടൊപ്പം അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ് അള്ളാഹുവിന്റെ ശത്രുവിനോട് അവൻ ശത്രുത വെച്ച് പുലർത്തുക, അഥവാ പിശാചിനോട് അവൻ ശത്രുത. ആ പിശാചിനെ അവൻ അനുസരിക്കാതിരിക്കുക, പിശാചിനോട് വെറുപ്പ് കാണിക്കുക, പിശാചിനോട് അനുസരണക്കേട് കാണിക്കുക, പിശാചിനോട്, ഇതൊക്കെ അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. വല്ലാഹു തആല യുഹിബ്ബു മിൻ അബ്ദിഹി മുആദാത അദുവ്വിഹി. അള്ളാഹുവിന്റെ ശത്രുവിനോട് ശത്രുത വെച്ച് പുലർത്തുക എന്നുള്ളത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. വമഅസിയതഹു വമുഖാലഫതഹു. ആ ശത്രുവിനോട് അനുസരണക്കേട് കാണിക്കലും ആ ശത്രുവിനോട് എതിരാകലും അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. കമാ യുഹിബ്ബു അൻ യുവാലിയഹു സുബ്ഹാനഹു വയുതീഅഹു വയഅബുദഹു. ഏതുപോലെ അള്ളാഹുവിനെ അനുസരിക്കുന്നതും അള്ളാഹുവിനെ ആരാധിക്കുന്നതും അള്ളാഹുവിനെ രക്ഷാധികാരിയായി സ്വീകരിക്കുന്നതും അള്ളാഹു ഇഷ്ടപ്പെടുന്നത് പോലെ അള്ളാഹുവിന്റെ ശത്രുവിനെ വെറുക്കലും അള്ളാഹുവിന്റെ ശത്രുവിനോട് അകൽച്ച കാണിക്കലും എതിരായി നിൽക്കലും അനുസരണക്കേട് കാണിക്കലും അള്ളാഹു ഇഷ്ടപ്പെടുന്നു. فَتَنْضَافُ مَحَبَّتُهُ لِعِبَادَتِهِ وَطَاعَتِهِ وَالْإِنَابَةِ إِلَيْهِ إِلَى مَحَبَّتِهِ لِعَدَاوَةِ عَدُوِّهِ. അപ്പൊ എന്തൊക്കെ ഉണ്ടായി? അള്ളാഹുവിനോടുള്ള ഇഷ്ടം അടിമക്കുണ്ട്, അള്ളാഹുവിനെ അടിമ ആരാധിക്കുന്നുണ്ട്, അള്ളാഹുവിനെ അനുസരിക്കുന്നുണ്ട്, അള്ളാഹുവിലേക്ക് കീഴൊതുങ്ങുന്നുണ്ട്. അതോടൊപ്പം എന്തുകൊണ്ടും വന്നു, ആ ഒരു ഇഷ്ടം അള്ളാഹുവിനുണ്ട്. അതിനോടൊപ്പം ശത്രുവിനോട് ശത്രുത വെച്ച് പുലർത്തുന്നു എന്നുള്ളതിനോടുള്ള ഇഷ്ടവും അള്ളാഹുവിന് അടിമയോടുണ്ടാകുന്നു. അഥവാ അള്ളാഹുവിന്റെ ശത്രുവിനോട് എതിരായി നിൽക്കുന്നു എന്നുള്ള ഇഷ്ടവും അള്ളാഹുവിനുണ്ടാകുന്നു. അതായത് ഇബാദത്ത് ചെയ്തു എന്നുള്ള ഇഷ്ടമുണ്ട്, അള്ളാഹുവിന്റെ ശത്രുവിനോട് എതിരായി എന്നുള്ള ഇഷ്ടമുണ്ട്. فتشتد المحبة منه سبحانه مع حصول محبوبه وهذا حقيقة الفرح. ആ സമയത്ത് അഥവാ അതായത് നമ്മൾ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നു എന്നുള്ളതാകുമ്പോൾ അള്ളാഹുവിന് സന്തോഷം ഉണ്ടാകും. എന്നാൽ ശത്രുവിനോടൊപ്പം പോയിട്ട് ആ ശത്രുവിനെ വിട്ട് ശത്രുവിനെതിരായിക്കൊണ്ട് തിരിച്ചു വരുമ്പോൾ അനുസരിക്കുന്നു എന്നുള്ള ഇഷ്ടത്തിനോടൊപ്പം ആ ശത്രുവിനോട് ശത്രുത കാണിച്ചു എന്നുള്ള ഇഷ്ടം കൂടിയാകുമ്പോൾ അള്ളാഹുവിന് അടിമയോടുള്ള ഇഷ്ടം ഏറ്റവും ശക്തമാകുന്നു. അതാണ് വഹാദ ഹഖീഖത്തുൽ ഫർഹ്. അള്ളാഹുവിന് ഈ സന്തോഷമുണ്ടാകാനുള്ള പ്രധാന കാരണം ഈ ഒരു കാര്യമാണ്. അഥവാ ശത്രുവിനോട് ശത്രുത കാണിച്ച് മടങ്ങി വന്നു എന്നുള്ളതാണ് ആ സന്തോഷത്തിന്റെ കാരണം എന്ന് പറയുകയാണ്. നമ്മൾ പറഞ്ഞത് അല്ലാഹു അഷദ്ദു ഫർഹൻ ബിതൗബതി അബ്ദിഹി എന്നുള്ള ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷിക്കുന്നു എന്നതിനെ മനസ്സിലാക്കി തരാനുള്ള ചില ഉദാഹരണങ്ങളും അതുപോലെ തന്നെ അല്ലാഹു തആല അത്രത്തോളം സന്തോഷിക്കാനുള്ള കാരണം അള്ളാഹുവിൻ്റെ അവനോടുണ്ടാകുന്ന ഇഷ്ടം, ആ കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് പറഞ്ഞത്. അടുത്ത ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത് അന്നദുറു റാബിഅ. അന്നദുറു റാബിഅ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം കുറച്ച് മുൻപാണ്. തഅമ്മുലാത്തു സാഹിബുൽ ബസീറ ഇദാ അദ്നബ. പാപം ചെയ്താൽ ഒരു അടിമ, ഒരു മുഅ്മിൻ, ബസീറത്തുള്ള ഒരാൾ പാപം സംഭവിച്ചാൽ അവനുണ്ടാകുന്ന ചിന്തകളാണ് പറഞ്ഞത്. അതിലൊന്നാമത്തേത് അള്ളാഹുവിന്റെ വഅദും വഈദും ആലോചിക്കുമെന്ന് പറഞ്ഞു. രണ്ടാമത്തേത് അള്ളാഹുവിന്റെ കൽപ്പനകളും വിരോധനങ്ങളും ആലോചിക്കുമെന്ന് പറഞ്ഞു. മൂന്നാമത്തേത് പാപം ചെയ്യുമ്പോൾ അവന് നേടിയെടുക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു. അതിനകത്താണ് ഈ തൗബയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്, ഈ ഹദീസും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അതിൽ നാലാമത്തേത് അന്നദുർ റാബിഅ പറയുന്നത് അന്നദുർ ഇലാ മഹൽ ജിനായത്തി വമസ്ദരിഹ. ഈ പാപത്തിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്, അതിന്റെ അടിസ്ഥാനം എന്താണ് എന്ന് അവൻ പരിശോധിക്കും. അതാ ബസീറത്തുള്ള ഒരാൾ പാപം ചെയ്തു കഴിഞ്ഞാൽ അവൻ ആലോചിക്കുന്ന കാര്യങ്ങളിൽ അടുത്തത്, ഇത്രയും നമ്മൾ പറഞ്ഞത് അവൻ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്, തൗബയുമായി ബന്ധപ്പെട്ട് അവൻ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. ഇനി പറയുന്നത് അവൻ ഉറ്റാലോചിക്കും, എന്താണ് ഞാൻ ഈ തെറ്റ് ചെയ്യാനുള്ള കാരണം, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ അടിസ്ഥാനം, ഇതിന്റെ സ്രോതസ് എന്താണ്, ഞാൻ എന്തുകൊണ്ടാണ് ഈ തെറ്റ് ചെയ്തു പോകുന്നത് എന്നതിനെ കുറിച്ച് അവൻ ഉറ്റാലോചിക്കും. പാപം സംഭവിക്കുന്ന ഒരുവൻ അവന് ഉത്തരം കണ്ടെത്തുന്നത് എന്താണ്? വഹുവൻ നഫ്സുൽ അമ്മാറ. ഇതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപത്തിന് പ്രേരിപ്പിക്കുന്ന മനസ്സാണ്. ബിസു, പാപത്തിന് പ്രേരിപ്പിക്കുന്ന മനസ്സാണ്. വയുഫീദുഹു നദ്റുഹു ഇലൈഹാ ഉമൂറൻ. ആ
പാപത്തിന് പ്രേരിപ്പിക്കുന്ന നഫ്സിലേക്ക് ആലോചിക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത് അവൻ ഒരുപാട് കാര്യങ്ങൾ നേടിത്തരും, ഒരുപാട് ഫായിദകൾ അതുകൊണ്ടുണ്ടാകും. അതിൽപ്പെട്ട ചില ഫായിദകളാണ് ഇനി പറയുന്നത്. അതിൽ ഒന്നാമത്തേത് വായിക്കാം. മിൻഹ അൻ യഅരിഫ അന്നഹാ ജാഹിലത്തുൻ ളാലിമത്തുൻ. അവന് മനസ്സിലാക്കാൻ സാധിക്കും അന്നഫ്സുൽ അമ്മാറത്തു ബിസ്സൂ. നഫ്സിനെ 3 തരത്തിലായിട്ട് പറയാറുണ്ട്. ഏതൊക്കെയാണ്? ഖുർആനിൽ തന്നെ വന്നിട്ടുണ്ട്. നഫ്സുൽ മുത്മഇന്ന, നഫ്സുൽ ലവ്വാമ, നഫ്സുൽ അമ്മാറത്തു ബിസ്സൂ. നഫ്സുൽ മുത്മഇന്ന അള്ളാഹുവിനെ അനുസരിക്കുന്ന, പരിപൂർണമായി അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്ക് കീഴൊതുങ്ങുന്നത്. നഫ്സുൽ ലവ്വാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹിനെ അനുസരിക്കുന്നതായിരിക്കും, പക്ഷെ പാപങ്ങൾ ചെയ്യും, അതിന്റെ കുറ്റബോധം ഉണ്ടാകുന്ന, ആടിക്കളിച്ചുകൊണ്ടിരിക്കുന്നത്. നഫ്സുൽ അമ്മാറത്തു ബിസ്സൂ എന്ന് പറഞ്ഞാൽ എപ്പോഴും പാപത്തിന് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥ. അപ്പൊ അവന് മനസ്സിലാക്കാൻ സാധിക്കും, ഞാൻ പാപം ചെയ്യുന്നത് ഈ പാപങ്ങൾക്ക് പ്രേരണയേകുന്ന മനസ്സ് കാരണത്താലാണ്. അത് ജാഹിലത്തും വാലിമത്തുമാണ്, അഥവാ ജഹല് നിറഞ്ഞ ദുൽമ നിറഞ്ഞതാണ്. മനുഷ്യന്റെ അടിസ്ഥാനപ്പെട്ട സിഫത്തായിട്ട് അള്ളാഹു പറഞ്ഞ ജാഹിലും വാലിമുമാണ് എന്നുള്ളത്. وأن الجهل والظلم يصدر عنهما كل قول وعمل قبيح. ആ ജഹല് കൊണ്ടും ദുൽമ കൊണ്ടും അറിവ് കേടുകൊണ്ടും ആ അക്രമം പ്രവർത്തിക്കുന്നത് കൊണ്ടുമാണ് എല്ലാ മോശപ്പെട്ട വാക്കും പ്രവർത്തനവും ഒരാളിൽ നിന്നുണ്ടാകുന്നത്. ومن صفته الجهل والظلم لا مطمع في استقامته واعتداله البطة. ഒരാളുടെ വിശേഷണം ജഹലും ദുൽമുമാണ് എങ്കിൽ, ഒരാൾക്ക് അറിവില്ലായ്മയും അതുപോലെ അക്രമം പ്രവർത്തിക്കുന്നതാണ് വിശേഷണമെങ്കിൽ, അവന് നേരെ ചൊവ്വേ ദീനിൽ നിലനിൽക്കാനോ ഒരിക്കലും സാധിക്കാൻ പോകുന്നില്ല. فيوجب له ذلك بذل الجهد في العلم النافع الذي يخرجها به عن وصف الجهل. അതിനെക്കുറിച്ച് അവൻ ചിന്തിച്ചു കഴിഞ്ഞാൽ അവന് മനസ്സിലാക്കാൻ സാധിക്കും, ഈ ഒരു അറിവ് കേടിൽ നിന്ന് ഞാൻ രക്ഷപ്പെടണമെങ്കിൽ എനിക്ക് എന്ത് വേണം? ഇൽമുൻ നാഫി വേണം. അറിവില്ലാതെ എനിക്ക് രക്ഷപ്പെടാൻ പറ്റൂല. അങ്ങനെ അറിവ് നേടുന്നതിൽ അവന് പരിശ്രമിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ദുൽമിന്റെ വിശേഷണത്തിൽ നിന്ന്, അക്രമം പ്രവർത്തിക്കുന്നതിൽ നിന്ന് അവൻ ഒഴിവാകണമെങ്കിൽ അവന് എന്ത് വേണം? സൽക്കർമ്മങ്ങൾ ചെയ്യുകയും വേണം. ഈ 2 കാര്യങ്ങൾ അവൻ ആലോചിക്കും. അതായത് അവൻ ഈ പാപം ചെയ്യാനുള്ള കാരണം എന്താണ്, അതിന്റെ സ്രോതസ് എന്താണ്, അടിസ്ഥാനം എന്താണെന്ന് ആലോചിക്കുമ്പോൾ അവന് മനസ്സിലാകും അന്നഫ്സുൽ അമ്മാറത്തു ബിസ്സൂ, പാപത്തിന് പ്രേരിപ്പിക്കുന്ന മനസ്സാണ്. ആ പാപത്തിന് പ്രേരിപ്പിക്കുന്ന മനസ്സിന്റെ അടിസ്ഥാന വിശേഷണമാണ് ജഹലും ദുൽമും. അപ്പൊ അവന് മനസ്സിലാകും, ഈ ജഹലും ദുൽമും ഒഴിവാക്കണമെങ്കിൽ, ജഹൽ ഒഴിവാക്കണമെങ്കിൽ എനിക്ക് എന്ത് വേണം? ഇൽമുൻ നാഫി വേണം. അപ്പൊ അത് നേടാനുള്ള പരിശ്രമത്തിൽ അവൻ ഇറങ്ങും. അതുപോലെ ദുൽമിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ എന്ത് വേണം? അമലു സ്വാലിഹ് വേണം. അതിനുള്ള പണി അവൻ എടുക്കും. വമഅ ഹാദാ ഫജഹ്ലുഹാ അക്സർ മിൻ ഇൽമിഹാ വദുൽമുഹാ അഅദമു മിൻ അദ്ലിഹാ. അതില്ലാത്തത് കൊണ്ടാണ് അവന്റെ അവസ്ഥ എന്താകുന്നത്? അതല്ലാതെ പാപത്തിൽ ഒരാൾ വീണു പോകുന്നത് അവന്റെ ഇൽമിനേക്കാൾ ജഹ്ല് കൂടുതലും, അതുപോലെ തന്നെ അവന്റെ അമലുകൾ കൊണ്ട് അവൻ നേടിയെടുക്കുന്ന ന്യായമായ അവസ്ഥയേക്കാൾ അവന്റെ ദുൽമു കൂടുന്നതും ഈ ഇൽമും അമലു സാലിഹാത്തും ഇല്ലാത്തത് കൊണ്ടാണ്. ചുരുക്കം പറഞ്ഞാൽ ഇൽമും അമലു സാലിഹാത്തും ഉണ്ടെങ്കിലേ നഫ്സിനെ പരിശീലിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു പാരഗ്രാഫ് കൂടി വായിക്കാം. فحقيق بمن هذا شأنه أن يرغب إلى خالقها وفاطرها أن يقيه شرها. അങ്ങനെയുള്ള ഒരുവൻ അവൻ എന്തായിരിക്കും? അവന്റെ ഖാലിഖും ഫാത്തിറുമായിട്ടുള്ള അള്ളാഹുവിലേക്ക് ഓടിയെടുക്കേണ്ട അവസ്ഥയുണ്ടാകും. എന്തിനെ തൊട്ട്? ഈ നഫ്സിന്റെ ഷർറിൽ നിന്ന് രക്ഷ തേടാൻ വേണ്ടി. വയുതിയഹാ തഖ്വാഹാ വയുസക്കിയഹാ. ആ നഫ്സിനെ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന അവസ്ഥയിലാക്കാനും അതിനെ നന്നാക്കാനും. ഇതൊക്കെ ദുആഇന്റെ ലഫ്ള്, അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ എന്നുള്ള ദുആഇന്റെ ലഫ്ളിന്റെ അർത്ഥം പറയാം. ഫഹുവ ഖൈറു മൻ സക്കാഹ. അള്ളാഹുവാണ് ആ നഫ്സിനെ നന്നാക്കുന്നവൻ. ഫഇന്നഹു വലിയുഹാ വമൗലാഹാ. ആ നഫ്സിന്റെ രക്ഷാധികാരി അള്ളാഹുവാണ്. വഅൻ ലാ യക്ലഹു ഇലൈഹാ ത്വർഫത ഐൻ. ഒരു കണ്ണിമറ്റുന്ന നേരം പോലും അവന്റെ നഫ്സിന്റെ കാര്യം അവനെ ഏൽപ്പിക്കരുതേ എന്ന് അള്ളാഹുവിനോട് അവൻ പ്രാർത്ഥിക്കും. ഇതൊക്കെ ദുആയിൽ വന്നിട്ടുള്ളതാണ്. പിന്നെ അല്ലാഹുമ്മ റഹ്മതുക അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ല വലാ തകിൽനി ഇലാ നഫ്സി ത്വർഫത ഐൻ. അങ്ങനെ അവൻ അള്ളാഹുവിലേക്ക് രക്ഷ തേടാൻ വേണ്ടി നഫ്സിന്റെ ഷർറിൽ നിന്ന് രക്ഷ തേടും. ഫഇന്നഹു ഇൻ വഖലഹു ഇലൈഹാ ഹലക. അതല്ല, അള്ളാഹു സംരക്ഷിച്ചിട്ടില്ല എങ്കിൽ, നഫ്സിലേക്കാണ് അവൻ തിരിയുന്നതെങ്കിൽ അവൻ നശിച്ചു പോകും. ഫമാ ഹലക മൻ ഹലക ഇല്ലാ ഹൈതു വകില ഇലാ നഫ്സിഹി. എല്ലാ നാശം സംഭവിച്ചവനും നശിച്ചിട്ടുള്ളത് അവനവന്റെ സ്വന്തത്തിലേക്ക് ഏൽപ്പിക്കപ്പെട്ടുകൊണ്ടാണ്.
അഥവാ അള്ളാഹുവിന്റെ സംരക്ഷണം വിട്ടാൽ അവൻ അവന്റെ നഫ്സിലേക്ക് ഏൽപ്പിക്കപ്പെട്ടാൽ അവൻ നശിക്കുന്നതാണ്. വഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ലി ഹുസൈൻ ഇബ്നു ഉബൈദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ ചില കലിമത്തുകൾ പഠിപ്പിച്ചു കൊടുക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാം സ്വീകരിച്ചു വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കേണ്ടായി, എന്താ റസൂലേ എനിക്ക് പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു, ഖുൽ അല്ലാഹുമ്മ അൽഹിംനി റുഷ്ദി വഖിനി ശർറ നഫ്സി. അല്ലാഹുവേ, എനിക്ക് എല്ലാ കാര്യത്തിലും നേരായതിലേക്ക് നീ എനിക്കൊരു ഇൽഹാം നൽകണമേ. അതുപോലെ തന്നെ വഖിനി ശർറ നഫ്സി, എന്റെ സ്വന്തത്തിന്റെ ഷർറിൽ നിന്ന് നീ എന്നെ സംരക്ഷിക്കണമേ. ഫമൻ അറഫ ഹഖീഖത നഫ്സിഹി വമാ തുബിഅത് അലൈഹി അലിമ അന്നഹാ മൻബഉ കുല്ലി ശർറിൻ വമഅവാ കുല്ലി സൂഇൻ. ആരാണോ സ്വന്തം നഫ്സിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടുള്ളത് അവന് ബോധ്യപ്പെടും എല്ലാവിധ ഷർറിന്റെ തുടക്കവും ഒടുക്കവും അതവന്റെ നഫ്സാണ് എന്നുള്ളത്. വന്ന കുല്ല ഖൈറിൻ ഫീഹാ വഫദ്ലുൻ മിനല്ലാഹ് മന്ന ബിഹി അലൈഹാ, എല്ലാവിധ ഖൈറുകളും അവന് ലഭിക്കുന്നത് അള്ളാഹു ആ നഫ്സിന്റെ മേലെ അതിനെ സംരക്ഷിച്ചുകൊണ്ട് അവന്റെ മേലെ ചൊരിഞ്ഞിട്ടുള്ള ഫദ്ല് കൊണ്ടാണ് എന്നും, ലം യകുൻ മിൻഹ, അതല്ലെങ്കിൽ നഫ്സിന്റെ ഭാഗത്തു നിന്നല്ല അള്ളാഹു നൽകിയതോടാണ്. കമാ ഖാല തആല, ഏതുപോലെ അള്ളാഹു സൂറത്തുൻ നൂറിലെ 21-ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ, വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു, അള്ളാഹുവിന്റെ കാരുണ്യവും ഔദാര്യവും ഒന്നും ഇല്ലായിരുന്നുവെങ്കിൽ മാ സകാ മിൻകും മിൻ അഹദിൻ അബദാ, നിങ്ങളിൽ ഒരാളും തന്നെ നന്നാകുമായിരുന്നില്ല. ഈ കാര്യം അവന് ബോധ്യപ്പെടും. ഇനിയും നഫ്സിന്റെ ഷെറിനെ കുറിച്ച് ആലോചിക്കുമ്പോഴുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിൽ ഒന്നാമത് പറഞ്ഞ എന്താണ്, അവൻ എന്താണ് ഈ പാപം ഞാൻ സംഭവിക്കാനുള്ള കാരണം എന്ന് ബസീറത്തുള്ള ഒരാൾ പാപം സംഭവിച്ചു പോയാൽ ആലോചിക്കുകയും അതിൽ അവന് മനസ്സിലാവുകയും ചെയ്യും, നഫ്സുൽ അമ്മാറ കാരണത്താലാണ് ഞാൻ ഈ പാപത്തിൽ വീണുപോയത്. നഫ്സുൽ അമ്മാറയാകാനുള്ള കാരണം ജഹലും ദുൽമുമാണ്. അതിൽ നിന്ന് ഞാൻ രക്ഷപ്പെടണമെങ്കിൽ ജഹല് മാറാൻ ഇൽമുൻ നാഫി വേണം, ദുൽമ് മാറാൻ അമലു സാലിഹ് വേണം. അതിനുള്ള പണി അവനെടുക്കും. അതേപോലെ തന്നെ ഇതിന്റെ ഷെറിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ സാധിക്കൂല എന്നുള്ള ബോധം അവനുണ്ടാകും. അവൻ അള്ളാഹുവിൽ നിന്ന് രക്ഷ തേടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ഹദീസുകളുടെ ദുആകളിലൂടെ അള്ളാഹുവിൽ നിന്ന് സ്വന്തം നഫ്സിന്റെ ഷെറിൽ നിന്ന് അവൻ രക്ഷ തേടും. അങ്ങനെ അവന് ബോധ്യമാകും ഞാൻ നന്നായിട്ടുള്ളത് അല്ലെങ്കിൽ നഫ്സ് നന്നാകുന്നത് അള്ളാഹുവിന്റെ ഫദ്ലും റഹ്മത്തും കൊണ്ട് മാത്രമാണ് എന്നുള്ളത്. ഇനിയും നഫ്സുമായി ബന്ധപ്പെട്ട ചിന്തകൾ ഇതിന്റെ തുടർച്ചയായിട്ട് വരുന്നുണ്ട്. അടുത്ത ദർസിൽ ഇൻഷാ അല്ലാഹ് വായിക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.